അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുൻപ് ഒരു സംവാദം നടന്നു. ശ്രീ ആരിഫ് ഹുസൈനും ബഹുമാനപ്പെട്ട ഷുഐബുൽ ഹൈത്തമിയും തമ്മിലായിരുന്നു മതം വേണോ മനുഷ്യന് എന്ന പേരിൽ നടത്തപ്പെട്ട സംവാദം. അതിൻ്റെ അവലോകനങ്ങൾ ഒരുപാട് കഴിഞ്ഞു. പക്ഷേ ആ സംവാദം വീക്ഷിച്ച കുറച്ച് ആളുകൾ ഇതിൽ വിഷയാവതരണത്തിൽ ആരിഫ് ഹുസൈൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടികൾ പറയുന്നില്ലേ എന്ന് ചോദിച്ചു. സത്യത്തിൽ ഈ ആരോപണങ്ങളൊക്കെ മുൻപേ നാം മറുപടി പറഞ്ഞതാണ്. പക്ഷേ ഈ സംവാദത്തിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആരോപണങ്ങളുടെ തന്നെ ഒരു സൗകര്യം എന്ന് പറയുന്നത്, ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ഇതിനു മുൻപേ നാം പറഞ്ഞ മറുപടികൾ കേട്ടവരായിരിക്കണമെന്നില്ല. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ മറുപടി അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിൻ്റെ മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് 10 സെക്കൻഡ് മതി ഒരാൾക്കൊരു ആരോപണം ഉന്നയിക്കാൻ. പക്ഷെ അതിൻ്റെ മറുപടി കൃത്യമായി പറഞ്ഞ സംശയങ്ങളൊക്കെ തീർക്കണമെങ്കിൽ സമയം അധികം എടുക്കും. അപ്പോൾ സമയം അധികം എടുക്കുന്നു എന്നത് ആരോപണം ഗൗരവകരമാണ് എന്നതിനെ അല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് ആരോപണത്തിൻ്റെ സ്വഭാവം അത് തന്നെയാണ്. ഇതിനെ ഒരിക്കൽ ഹംസ സോഴ്സിസ് ഉദാഹരിച്ചത് 5 സെക്കൻഡുകൾ കൊണ്ട് ഒരു കുട്ടിക്ക് താൻ കിടക്കുന്ന ബെഡിൽ വിസർജിച്ച് വൃത്തികേടാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അത് വൃത്തിയാക്കാൻ പാരന്റിന് 50 മിനിറ്റ് എടുത്തേക്കാമെന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത് അതിൻ്റെ സ്വഭാവമാണ്. ആരോപണത്തിന് കുറഞ്ഞ സമയം മതി, മറുപടിക്ക് കുറച്ചധികം സമയം വേണ്ടി വരുമെന്നത്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ വിശ്വാസികൾ പുണ്യവചനങ്ങളായി കാണുന്ന പിശാചിൻ്റെ ദുർബോധനത്തിൽ നിന്ന് കാവൽ ചോദിക്കാനും കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കാനുമായി വിശ്വാസികൾ ഉപയോഗിക്കുന്ന വചനങ്ങളെ പാരഡി ആക്കിക്കൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. സംവാദത്തിന്റെ തുടക്കത്തിൽ തന്നെ അയാൾ പ്രഖ്യാപിക്കുകയാണ്, എന്നിൽ നിന്നും നിങ്ങളൊരു മാന്യതയും പ്രതീക്ഷിക്കേണ്ടതില്ല, എന്നിൽ നിന്നും ഒരു പരസ്പര ബഹുമാനവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല, പരിഹാസം തന്നെയായിരിക്കും എൻ്റെ പ്രധാന ആയുധം, അത് ഞാൻ ഇനിയും തുടരുക തന്നെ ചെയ്യും, ഈ സംവാദത്തിലും ഞാൻ അത് തന്നെയായിരിക്കും ഉന്നയിക്കുക എന്ന്. എന്നിട്ട് ഇതിനെ വിമർശിച്ച ഷുഐബുൽ ഹൈത്തമിയോട് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, അറബി ഭാഷ ആരുടെയും കുത്തകയല്ല എന്ന്. ഒന്നാമത്തേത് അദ്ദേഹം കാണിച്ചത് ഡിസ്റെസ്പെക്റ്റ് ആണ് എന്ന് അവർക്കിടയിൽ തന്നെ നടന്ന സംസാരത്തിൽ ആളുകൾ ചൂണ്ടിക്കാണിച്ചു. അതൊരിക്കലും അതിഥിയായി ക്ഷണിക്കപ്പെട്ട ഒരാളോട് കാണിക്കേണ്ടതായിരുന്നില്ല എന്ന് വരെ സൂചിപ്പിക്കപ്പെട്ടു. പോട്ടെ, അതിൻ്റെ പേരിൽ അദ്ദേഹം അവർക്കിടയിൽ തന്നെ പ്രതിരോധത്തിലായി. പക്ഷേ മറ്റൊരു കാര്യം, അറബി ഭാഷ ആരുടെയും കുത്തകയല്ല എന്ന് പറയുമ്പോൾ അറബി ഭാഷാ നിയമങ്ങളോട് ചേരുന്നതല്ലേ ഉണ്ടാക്കേണ്ടത്. അഊദു ബില്ലാഹി എന്നതിലൊരു ഹി ഉണ്ട്, എങ്കിൽ പിന്നെ അള്ളാഹ് എന്നതിനെ റീപ്ലേസ് ചെയ്ത് ഡിങ്കനെ കൊണ്ടുവയ്ക്കുമ്പോൾ ഔദു ബി ഡിങ്കനാഹി, അവിടെയും ഒരു ഹി കിടക്കട്ടെ എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിചാരം ഹി എന്നത് മറ്റു അക്ഷരങ്ങളെ പോലെ ഈ വചനത്തിന്റെ ഭാഗമാണ് എന്നാണ്. അള്ളാഹ് എന്ന പദത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളാണ് ഭാഷ ആരുടെയും കുത്തകയല്ല എന്ന് പറയുന്നത്. ഏതാകട്ടെ, അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. കുറഞ്ഞ സമയമാണ് നമ്മൾ ഓരോ ആരോപണങ്ങളെയും വിശകലനം ചെയ്യാൻ എടുക്കുകയുള്ളൂ. മതം വേണോ മനുഷ്യന് എന്ന ഒരു സംവാദം. സ്വാഭാവികമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഞാൻ വേണ്ട എന്ന് പറയുന്ന ആളാണ്. മതം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം, അതിലെ മതം. 2, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല, അതിലെ മതം. ഇനി ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അതിലെ മതം. മതം മാറുന്നവനെ കൊല്ലണം, അതിലെ മതം. മതഭ്രഷ്ടനെ ജിനായത്തിൽ ഉൾപ്പെടുത്തി ക്രിമിനലൈസ് ചെയ്ത ഒരു കാര്യമാണ്, അവിടെ ഉദ്ദേശിക്കുന്ന മതം. കല്ലിന്റെ പിന്നിൽ ജൂതൻ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ജൂതന്റെ മതം. ജൂതനോട് സലാം പറയരുത്, അവൻ ഇങ്ങോട്ട് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് പറഞ്ഞാൽ ആ ജൂതന്റെ മതം. ജൂതനെയും ക്രിസ്ത്യാനിയെയും അറേബ്യൻ പെനിൻസുലിൽ നിന്ന് അടിച്ചോടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉദ്ദേശിച്ച ക്രിസ്ത്യാനിയുടെ ജൂതന്റെ മതം. എല്ലാവരും ജനിക്കുന്നത് മുസ്ലിമായിട്ടാണ്, മനുഷ്യൻ മാത്രമല്ല, പട്ടിയും മരപ്പട്ടിയും കഴുതപ്പുലി എല്ലാവരും മുസ്ലിങ്ങളായിട്ട് തന്നെയാണ് ജനിക്കുന്നത് എന്ന് പഠിക്കുന്ന ഇസ്ലാം സൂചിപ്പിക്കുന്ന മതം. അപ്പോൾ ഇദ്ദേഹം പറയാണ് മതം വേണോ മനുഷ്യന് എന്ന് തുടങ്ങി ഇദ്ദേഹം മതം വേണ്ട എന്ന് പറയുന്ന ആളാണ് എന്നാണ്. എന്നിട്ട് അവസാനമോ ഇന്ന വിശേഷണങ്ങളിലൊരു ഒരു മതമാണെങ്കിൽ കുഴപ്പമില്ല എന്നിടത്തേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ തൻ്റെ വാദത്തിൽ നിന്ന് തന്നെ അദ്ദേഹം പുറകോട്ട് പോയി. എന്നിട്ട് കുറേ ആരോപണങ്ങളാണ്. അതായത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്നിടത്തെ മതം, അള്ളാഹുവിങ്കിൽ സ്വീകാര്യോഗ്യമായ മതം ഇസ്ലാമാണ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് വിശദീകരണം അർഹിക്കുന്ന വിഷയങ്ങളെ തൊട്ടുപോവുക, അങ്ങനെ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, യഹൂദന്റെ അടുത്ത് സലാം പറയരുത് എന്ന് പറയുന്ന മതം. ഒരു സലാം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ്. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളോട് അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനോട് ജയ് ശ്രീറാം വിളിക്കാൻ പറയുന്നത് പോലെയാണ്, അല്ലേ?
അപ്പം മറ്റൊരു മതവിശ്വാസിയുടെ മേൽ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരാളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറയരുത് എന്ന് തന്നെയല്ലേ പറയേണ്ടത്. ഇനി എങ്ങാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു മതവിശ്വാസികളോടും നിങ്ങൾ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനാ വാക്യം പറയണമെന്ന് പറഞ്ഞാലോ, അപ്പോൾ ഇവർ പറയും മറ്റു മതങ്ങളുടെ മേൽ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അടിച്ച് ഏൽപ്പിക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങളായിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ ആരോപണങ്ങൾ സത്യസന്ധമല്ലെന്നും കേവലം എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുകയാണ് എന്നും കൂടിയാണ് സത്യത്തിൽ ഇവിടെ നിന്നും മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് യഹൂദ് ക്രിസ്ത്യരെ അടിച്ചോടിക്കണേ എന്ന് പറയുന്നവിടത്തെ ഒരു മതമെന്ന് വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കാരണത്തെ മറച്ചു വെച്ചുകൊണ്ട് അവിടെ എടുത്തൊരു നടപടിയെ ഇങ്ങനെ പരസ്യമായി ഒരു മതത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ മതത്തിൻ്റെയും അതിൻ്റെ അടിസ്ഥാന കേന്ദ്രങ്ങളുണ്ടാകും. ഇപ്പോൾ വത്തിക്കാൻ ക്രൈസ്തവതയുടെ കേന്ദ്രമായി ഒരുപാട് വിശ്വാസികൾ കൊണ്ട് നടക്കുന്ന പോലെ. അപ്പോൾ ഈ വത്തിക്കാൻ എന്ന സിറ്റിയിൽ ക്രിസ്ത്യരല്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് താമസിക്കാൻ അനുവാദം വേണം എന്ന് പറയുന്നതിൻ്റെ അങ്ങനെ പറയേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. ഒരു നോൺ വെജ് ആണ് എന്ന് ഹോട്ടലിൽ എഴുതിയിട്ടുണ്ട്, എന്നിട്ട് അവിടെ വെജിറ്റേറിയൻ മാത്രം ചോദിച്ച് കയറുക എന്ന് പറയുന്ന പോലുള്ളൊരു പ്രശ്നമാണിത്. അപ്പോൾ ഹിജാസ് എന്ന് പറയുന്ന മക്കയും മദീനയും ഉൾപ്പെടുന്ന ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെയും കേന്ദ്രമായ ആ പ്രദേശത്ത് ഇതര വിശ്വാസികൾക്ക് വീട് വെച്ച് താമസിക്കാൻ അവസരം കൊടുക്കണം എന്ന് പറയുന്നതിൽ തന്നെ അതൊരു അതിൻ്റെ ഒരു നെസസിറ്റി ഇല്ല. ഭൂമിയിൽ സ്ഥലമില്ലാത്ത പ്രശ്നമില്ലല്ലോ. എന്നാൽ ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ഇതര വിശ്വാസികൾക്ക് ജീവിക്കാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. അത് തന്നെയല്ലേ ലോകത്ത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ വളരെ ഹിസ്റ്റോറിക്കലായ അല്ലെങ്കിൽ ചില പ്രത്യേക കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കപ്പെട്ട ഒരു നിയമത്തെ അതിൻ്റെ സാഹചര്യങ്ങളൊന്നും പറയാതെ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ഇപ്പോൾ ലോകത്ത് ഇതിൻ്റെ കൂടെ ഓർത്തു പോകേണ്ടതാണ്, ഹിറ്റ്ലർ വന്നതിന് ശേഷം യഹൂദ വിശ്വാസികൾക്ക് ജർമ്മനിയിൽ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു, നാടുവിട്ടു പോകേണ്ടി വന്നു, അവർക്ക് വംശഹത്യക്ക് അവർ ഇരയാക്കപ്പെടേണ്ടി വന്നു. അങ്ങനെ നാടുവിട്ടു പോയ ക്രിസ്ത്യർക്ക് ലോകത്ത് അഭയം നൽകിയത് മുസ്ലിം രാഷ്ട്രങ്ങളാണ്. ഓട്ടോമൻ സാമ്രാജ്യം നിലനിൽക്കുന്ന സമയത്ത് ഇതര മതവിശ്വാസികൾക്ക് നൽകിയ അമിത സ്വാതന്ത്ര്യമാണ് ഒരു പക്ഷേ ആ സാമ്രാജ്യത്തിന്റെ പതന കാരണമായി തന്നെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെയൊക്കെ കണ്ണടച്ചുകൊണ്ട് ഹിജാസ് എന്ന് പറയുന്ന മക്കയും മദീനയും ഉൾപ്പെടുന്ന ആരാധനാ കേന്ദ്രത്തിൽ ഇതര വിശ്വാസികൾക്ക് പ്രവേശനാനുമതി നിഷേധിക്കുന്നതിന് ഇങ്ങനെ പരസ്യമായി അതിൻ്റെ ചരിത്രപരതയും അതിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളും ഒന്നും പറയാതെ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് സത്യത്തിൽ ഇവർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നതാണ്. ഇസ്ലാം, ജുദായിസം, പല മതങ്ങളുണ്ട്. പഴയതായിട്ടുള്ള ചില മതങ്ങൾ, പുതിയ ചില മതങ്ങളുണ്ട്. കാർഗോയിസം എന്ന് പറയുന്ന ചില മതങ്ങളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അടുത്ത റൗണ്ടിലൊക്കെ നമുക്ക് പറയാം. ഇനി റിപ്പബ്ലിക് ഓഫ് കൈലാസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യാനന്ദ ഉണ്ടാക്കിയ ഒരു മത കൾട്ട് നിങ്ങൾക്കറിയാം. ഫേക്ക് ന്യൂസ്, റിലീജിയൻ, അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ഒറ്റ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് ആധുനിക സമൂഹത്തിൽ, ആധുനിക ലോകത്ത് പുതിയ മതങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കാത്തത് എന്നുള്ളതിന്റെ കാരണവും ഇന്ന് ടെക്നോളജി ആയിക്കൊണ്ട് കൂടുതൽ ബോധമുള്ള മനുഷ്യന്മാരായതുകൊണ്ട്. എന്തുകൊണ്ടാണ് ആധുനിക സമൂഹത്തിൽ, ആധുനിക ലോകത്ത് പുതിയ മതങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കാത്തത് എന്ന് പുതിയ ചില മതങ്ങളുണ്ട്. കാർഗോയിസം എന്ന് പറയുന്ന ചില മതങ്ങളുണ്ട്. അതിനൊക്കെ ഡീറ്റെയിൽസ് അടുത്ത റൗണ്ടിലൊക്കെ നമുക്ക് പറയാം. പിന്നെ അദ്ദേഹം പറയുകയാണ് കാർഗോയിസം എന്ന പുതിയൊരു മതമുണ്ട്. അതുപോലെ റിപ്പബ്ലിക് ഓഫ് കൈലാസ എന്ന ഒരാൾ ഉണ്ടാക്കിയ ദ്വീപിൽ അവിടെ മറ്റൊരു മതം രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. തൊട്ടടുത്ത് പറയാണ് എന്തുകൊണ്ടാണ് ആധുനിക കാലത്ത് പുതിയ മതങ്ങൾ വരാത്തത് എന്ന്. അപ്പോൾ ആധുനിക കാലത്ത് ചില മതങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുകയും ഉടനെ തന്നെ എന്തുകൊണ്ട് ആധുനിക കാലത്ത് പുതിയ മതങ്ങൾ വരാതിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന വലിയൊരു ആത്മവിശ്വാസത്തിന്റെ പര്യായമായിട്ട് നമുക്ക് ഇദ്ദേഹത്തെ കണക്കാക്കാൻ കഴിയും. എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക്. ആർക്ക് മതം വേണോ എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു. മനുഷ്യന് മാത്രമല്ല മതം വേണ്ട എന്ന് ഞാൻ പറയുന്നത്. ആർക്കും വേണ്ട, ഇവിടുത്തെ മൃഗങ്ങൾക്കും വേണ്ട, ഇവിടുത്തെ പ്രപഞ്ചത്തിനും വേണ്ട, ഇവിടുത്തെ ഒരു കാര്യത്തിനും വേണ്ട. പറയുന്നത് മനുഷ്യന് മാത്രമല്ല ഇവിടെ ഒന്നിനും മതം വേണ്ട എന്നാണ്. എന്നാൽ ഇനി വരാൻ പോകുന്ന ഷുഹൈബുൽ വിഷയാവതരണത്തിൽ അദ്ദേഹം ആകെ പറഞ്ഞൊരു പോയിന്റ്, ഊന്നി പറഞ്ഞൊരു പോയിന്റ്, മനുഷ്യന് ഒഴിവാക്കാൻ കഴിയുന്നതല്ല മതം എന്നതാണ്. മനുഷ്യന് മതം വേണോ വേണ്ടേ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ വേണോ വേണ്ട, ഇപ്പം മനുഷ്യർ ഭക്ഷണം വേണോ എന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം എന്താ, മനുഷ്യന് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല അത്. എന്നതുപോലെ മതം മനുഷ്യന് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് ചില അഭൗതികമായ ആശയങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുക എന്നത്. അത് വ്യവസ്ഥാപിതമായ മതങ്ങളാണെങ്കിൽ ആ മതങ്ങൾ ഇനി അത് ഒഴിവാക്കണം എന്ന സ്വതന്ത്ര ചിന്തകരുടെ ആഹ്വാനം കേട്ടുകൊണ്ട് വ്യവസ്ഥാപിതമായ മതങ്ങളൊക്കെ ഒഴിവാക്കിയ ജനത എന്ത് ചെയ്യും? അവ്യവസ്ഥാപിതമായ മറ്റു മതങ്ങളിലേക്ക് അവരെത്തും. ഇത് മനുഷ്യന്റെ അടിസ്ഥാന ഭാവമാണ്.
അപ്പോൾ മറ്റു മതങ്ങളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദാഹരണങ്ങൾ അദ്ദേഹം ഒരുപാട് പറഞ്ഞു. ഒരുപാട് ഡെവിൾ വർഷിപ്പുകൾ അടക്കമുള്ള നരബലി പോലും അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടാടപ്പെടുന്ന ഡെവിൾ വർഷിപ്പിലേക്ക് വരെ ആളുകൾ എത്തിച്ചേരുകയാണ് ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടായത് എന്ന് അദ്ദേഹം കൃത്യമായി സ്ഥാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മനുഷ്യന് വേണമെന്ന് വിചാരിച്ചാലും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് മതം എന്നാണ് ഷുഐബുൽ ഹൈതമിയുടെ അവതരണം. കാരണം ഒരു ഉദാഹരണത്തിന് കാലാവസ്ഥാ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന വലിയ പ്രശ്നം, അതിന് ഇമ്പാക്ട് കൂട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് അല്ലെങ്കിൽ അതിന് വഴിവെക്കുന്നത് മതകീയമായ സമൂഹങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇസ്ലാം മതവും ഹിന്ദു മതവുമാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിക്കുന്നത്. കാരണം അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഇൻക്രീസ് കൺസംഷൻ ഓഫ് റിസോഴ്സസ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട് ആയിട്ട് നമ്മൾ പറയുന്ന വാട്ടർ സ്ട്രെസ് എന്ന് പറയുന്നത്, വെള്ളം ദൗർബല്യം, അത് അനുഭവിക്കാൻ പോകുന്നതും ഈ തരത്തിലുള്ള രാജ്യങ്ങൾ തന്നെയാണ്. അത് മതകീയ സമൂഹങ്ങളാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് അല്ലെങ്കിൽ നിലവിലുള്ള പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗത്തിന് കാരണമാകുന്നത് ഹൈന്ദവ വിശ്വാസികളുടെയും മുസ്ലിം വിശ്വാസികളുടെയും ജനസംഖ്യാ വർധനവാണ് എന്നാണ്. ജനസംഖ്യ വർദ്ധിച്ചാൽ അത് പ്രശ്നമാണ് എന്ന പൊട്ടിപ്പൊളിഞ്ഞ മാൽത്തൂസിന്റെ തിയറിയാണ് ഇവരും അടിസ്ഥാനമാക്കുന്നത് എന്നത് ഖേദകരമാണ്. സത്യത്തിൽ ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വെസ്റ്റിൽ ജനസംഖ്യ കുറയുന്നു എന്നതാണ്. പോപ്പുലേഷൻ ഡൗൺഫോൾ ആണ്. 2 പേരാണ് നമുക്കറിയാം, 2 പേരാണ് ഒരു ദാമ്പത്യത്തിൽ ഉണ്ടാവുക. ഇവർ റീപ്ലേസ്ഡ് ആകുമ്പോൾ, ഇവർ മരിച്ചു പോയാൽ പകരം 2 പേര് ജീവിച്ചിരിക്കുമ്പോഴാണ് ജനസംഖ്യ നിലനിൽക്കുക. അപ്പോൾ ഒരാൾക്ക് മിനിമം 2 മക്കൾ വേണം, ഒരു കുടുംബത്തിന് മിനിമം 2 മക്കൾ വേണം. എല്ലാവരും വിവാഹം കഴിക്കണം എന്നില്ല, അതുപോലെ തന്നെ കല്യാണം കഴിച്ച എല്ലാവർക്കും കുട്ടികൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ പിന്നെ എഫക്റ്റീവ് പോപ്പുലേഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ 2-3 മക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ചിലർക്ക് 2, ചിലർക്ക് 3. അപ്പോഴാണ് അതിൻ്റെ നിലവിലുള്ള ജനസംഖ്യ അതുപോലെ നിലനിൽക്കും. അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ വൃദ്ധർ മാത്രമുള്ളൊരു സമൂഹമായിട്ട് മാറും. കുട്ടികൾ ഇല്ലാതായി കഴിഞ്ഞാൽ വൃദ്ധർ മാത്രമുള്ള സമൂഹം, അതൊരു രാജ്യത്തും ഗുണകരമല്ല. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്കൊരിക്കലും വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാൻ പറ്റില്ല. ഇപ്പോൾ ചൈനയ്ക്ക് പറയാം 2 മക്കൾ ഒരു വീട്ടിൽ വേണമെന്ന്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്, ലിബറൽ മൂല്യങ്ങൾക്കവിടെ പ്രാധാന്യമില്ല, വ്യക്തി അവകാശങ്ങളല്ല ഏറ്റവും പ്രധാനം. പക്ഷെ ഒരു ലിബറൽ ഗവൺമെന്റിന് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ എനിക്കൊരു കുട്ടി വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുകയാണ്. ഇത് ലിബറൽ ഗവൺമെന്റ് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു ക്യാമ്പയിനുകൾ നടത്തുകയാണ്. നിങ്ങൾക്ക് ഡു ഇറ്റ് ഫോർ യുവർ മോം ക്യാമ്പയിൻ ഒരു രാജ്യത്തുള്ളതാണ്. നിങ്ങൾക്ക് മക്കൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മുത്തച്ഛനും മുത്തശ്ശിയും ആവണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടിയെങ്കിലും ഒരു കുട്ടിയെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ജപ്പാനിൽ മക്കളുണ്ടായാൽ 3 ലക്ഷം രൂപ ഗവൺമെന്റ് ഓഫർ ചെയ്യാണ്. കാരണം എന്താ, അങ്ങനെയെങ്കിലും അടുത്ത തലമുറ ഇവിടെ ഉണ്ടാവട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു ദാരിദ്ര്യം, ജനസംഖ്യാ ദാരിദ്ര്യം അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇതര രാഷ്ട്രങ്ങൾ, ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്ന്, ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ യൂറോപ്പിലേക്ക് കുടിയേറാൻ കഴിയുന്നത്. അവിടെ അവർക്ക് പൗരത്വം കൊടുക്കുന്നത് അവിടെ അടുത്ത തലമുറ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ പരിഹരിക്കുന്നത് ഈ പറഞ്ഞ ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളിലുമുള്ള മുസ്ലിം ജനസംഖ്യയും ഹൈന്ദവ ജനസംഖ്യയും കൂടുന്നത് കൊണ്ടാണ് മറ്റിടത്തുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്. ഇദ്ദേഹം അടിസ്ഥാനമാക്കുന്നത് പോപ്പുലേഷൻ കൂടിയാൽ പ്രശ്നമുണ്ടാകുമെന്ന മാൽത്തൂസിന്റെ തിയറിയാണ്. നമ്മൾ വിചാരിച്ചു പോപ്പുലേഷൻ കൂടിയാൽ ഇവിടെ ഭക്ഷണ ദൗർലഭ്യം ഉണ്ടാകും. പോപ്പുലേഷൻ കൂടിയപ്പോൾ എന്താ ചെയ്തത്? നമ്മൾ ടിഷ്യൂ കൾച്ചർ, നമ്മൾ BT, അതുപോലെ തന്നെ ബ്രോയിലർ ചിക്കനുകൾ ഉണ്ടാക്കി. നമ്മൾ സാങ്കേതിക വിദ്യ കൊണ്ട് അതിനെ മറികടക്കാൻ ശ്രമിക്കും. ഒരു നീഡ് ഉണ്ടായാൽ അവിടെ അത് പരിഹരിക്കാനുള്ള വഴി തെളിഞ്ഞു വരും. ഇത് മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതമാണ്. ഇതിനെയൊക്കെ എന്താ പറയുക, അവഗണിച്ചുകൊണ്ട് മനുഷ്യന്റെ കഴിവിൽ വിശ്വാസമില്ലായ്മ പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സിദ്ധാന്തം മാത്രമാണ് ജനസംഖ്യ കൂടിയാലൂടെ പ്രയാസം ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ ഇത് സെൽഫ് ഗോളാണ്. ലോകത്ത് ജനസംഖ്യ ദാരിദ്ര്യം അനുഭവിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് പോലും പരിഹാരമാകുന്നത് ഇതര രാജ്യങ്ങളിലെ ജനസംഖ്യയുടെ വർധനവാണ് എന്നതാണ് ഇവിടുത്തെ ഒരു വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. മതം വേണമെന്ന് പറയുന്നതിന് വേണ്ടി മതത്തിന്റെ വക്താക്കൾ പറയുന്ന ഒരു 5 കാര്യങ്ങൾ. 1, മൊറാലിറ്റി, ധാർമ്മികത. അത് കിട്ടണമെങ്കിൽ മതം വേണമെന്നാണ് മതക്കാർ പറയുന്നത്. 2, സമാധാനം, അനുസരിക്കരുത്, അതും ഉണ്ടാകണമെങ്കിൽ മതം വേണമെന്നാണ് പറയുന്നത്. അടുത്തത് ഹ്യൂമാനിറ്റി, മാനവികത വളർത്തണമെങ്കിൽ അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മതം വേണമെന്നാണ് പറയുന്നത്. ഇക്വാലിറ്റി, അത് വേണമെങ്കിൽ മതം വേണമെന്നാണ് പറയുന്നത്. ശരി, വേണം എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിലവിലുള്ള ഒരു മതവും ഇതിനൊന്നും ഉതകുന്നതല്ല, പ്രത്യേകിച്ച് ഇസ്ലാം. 2, ഇനി ഏതെങ്കിലും പുതിയ മതം ഇതൊക്കെ ഉൾക്കൊണ്ട് ഒരു പുതിയ സാധനം ഉണ്ടായാൽ നമുക്ക് ആലോചിക്കാം. അപ്പോൾ ധാർമ്മികത, സമാധാനം, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റി, മാനവികത, അതുപോലെ ഇക്വാലിറ്റി, തുല്യത, ഈ 4 മൂല്യങ്ങളും മതങ്ങളിലില്ല, പ്രത്യേകിച്ച് ഇസ്ലാമിൽ. ഇതെല്ലാം ഉള്ള ഒരു മതം വന്നാൽ വേണമെങ്കിൽ ആലോചിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ 4 കാര്യങ്ങൾ അദ്ദേഹം മുന്നിൽ വെച്ച ഈ 4 കാര്യങ്ങളും ഒരു മതമില്ലാതെ, ദൈവവിശ്വാസമില്ലാതെ എങ്ങനെയാണ് ഇതിനെ ഉൾക്കൊള്ളാൻ പോലും കഴിയുക? ഇപ്പൊ മാനവികത എന്ന് പറഞ്ഞു. മാനവികത എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ സ്പെഷ്യലാണ്. ഹ്യൂമൻ എക്സെപ്ഷനലിസം അല്ലെങ്കിൽ ഹ്യൂമൻ സെൻട്രിസം, അതൊരു സെമിറ്റിക് കൺസെപ്റ്റ് ആണ്. അള്ളാഹുവിൽ നിന്ന് വഹി ഇറങ്ങിയ മതങ്ങളാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന സെമിറ്റിക് മതങ്ങളുടെ സങ്കല്പമാണ് മനുഷ്യൻ സ്പെഷ്യലാണ് എന്നത്. അല്ലെങ്കിൽ 2 സിംഹങ്ങൾ തമ്മിൽ ആക്രമിച്ച് ഒന്ന് കൊല ചെയ്യപ്പെട്ടാൽ കൊലപാതകിയെ ശിക്ഷിക്കപ്പെടുന്നില്ല.
പക്ഷെ മനുഷ്യർ തമ്മിൽ അങ്ങനെയല്ല. മനുഷ്യന്റെ ജീവന് മൂല്യമുണ്ട് എന്ന പലക്കത് കറംന ബനി ആദം, അള്ളാഹു ആദം സന്തതികളെ, മനുഷ്യരെ, മനുഷ്യ മക്കളെ ആദരിച്ചിരിക്കുന്നു എന്ന അടിസ്ഥാനമില്ലാതെ എങ്ങനെയാണ് മനുഷ്യൻ സ്പെഷ്യലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക? അപ്പൊ മാനവികത എന്ന കൺസെപ്റ്റ് പോലും ഉയരുന്നത് ഒരു മതസങ്കല്പത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ അതിന് പ്രസക്തിയില്ല. എല്ലാം പരിണാമത്തിന്റെ പ്രൊഡക്റ്റുകളാണ്. മനുഷ്യൻ അതിൽ സൂപ്പർ അനിമൽ മാത്രമാണ്. മറ്റു ജീവികളിലും മനുഷ്യനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്നതിന് പരിണാമത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല. അപ്പൊ ദൈവത്തെ മാറ്റി നിർത്തിയാൽ, മതത്തെ മാറ്റി നിർത്തിയാൽ മാനവികത എന്ന സങ്കല്പത്തിന് പോലും അർത്ഥമില്ല. ഇനി മൊറാലിറ്റി അദ്ദേഹം പറയുന്നു, ഭൗതികമായ വസ്തുക്കൾ മാത്രമാണ് മനുഷ്യനുള്ളത് എങ്കിൽ എങ്ങനെയാണ് മനുഷ്യനിൽ ധാർമ്മികത ഉണ്ടാവുക? ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് മനുഷ്യനിൽ കോൺഷ്യസ്നെസ് ഉണ്ടാവുക? എങ്ങനെയാണ് മനുഷ്യനിൽ റാഷണാലിറ്റി ഉണ്ടാവുക? ഒരിക്കലും കല്ലിനും പല്ലിനും പുല്ലിനും ഒന്നും അതില്ലല്ലോ, പക്ഷെ മനുഷ്യനിലുണ്ടല്ലോ. എന്താണത്? എന്തുകൊണ്ടാണത്? വിശ്വാസികൾക്ക് ഉത്തരമുണ്ട്. അവന്റെ ഉള്ളിൽ ഒരു ആത്മാവ്, അഭൗതികമായ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവന്റെ ഉള്ളിൽ ധർമ്മബോധവും ബോധമനസ്സും യുക്തിബോധവും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ മതസങ്കല്പത്തെ മാറ്റി നിർത്തിയാൽ, ആത്മാവ് എന്ന കൺസെപ്റ്റിനെ മാറ്റി നിർത്തിയാൽ, ദൈവം എന്ന സത്യത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ എങ്ങനെയാണ് ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കാൻ പോലും കഴിയുക? അതുകൊണ്ടാണ് റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള ഭൗതികവാദികൾ പറഞ്ഞത് മൊറാലിറ്റി ഈസ് ആൻ ഇല്യൂഷൻ. അത് കേവലം ഒരു വിഭ്രാന്തി മാത്രമാണ്. അങ്ങനെ പറയാൻ കഴിയൂ. മൊറാലിറ്റി എന്നൊന്നുണ്ട് എന്ന് ഉൾക്കൊള്ളണമെങ്കിൽ ദൈവവിശ്വാസവും മതവിശ്വാസവും ഭാഗികമായെങ്കിലും ഉൾക്കൊള്ളണം. അപ്പോൾ മതത്തിൽ ഇതൊന്നും ഇല്ല, അതുകൊണ്ട് മതം വേണ്ട എന്ന് പറയുമ്പോൾ മതങ്ങളെ മാറ്റി നിർത്തി, ദൈവവിശ്വാസത്തെ മാറ്റി നിർത്തി എങ്ങനെയാണ് ഇതിനൊരു അസ്തിത്വം പോലും ഉണ്ടാവുക എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ തുല്യത. ലോകത്തൊന്നും മറ്റൊന്നിനോട് തുല്യമല്ല. സ്ത്രീയും പുരുഷനും തുല്യമല്ല, കുട്ടികളും മുതിർന്നവരും മനുഷ്യരും മറ്റു ജീവികളും ഒന്നും തുല്യരല്ല. അപ്പോൾ പിന്നെ മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന നമ്മുടെയൊക്കെ അടിസ്ഥാനമായൊരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഭൗതികവാദത്തിൽ ഒരു അടിസ്ഥാനവുമില്ല. എന്നാൽ ആത്മീയ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്പിരിച്വൽ ഇക്വാലിറ്റിയാണ് തുല്യതയുടെ ഏക പ്രായോഗിക അടിസ്ഥാനം. മനുഷ്യന്റെ ആത്മാവുകൾ തമ്മിൽ തുല്യരാണ്. അവർ ചെയ്ത കർമ്മങ്ങളെ നന്മ തിന്മകൾ എന്ന് വേർതിരിക്കുന്നോടത്ത് പരിഗണിക്കുന്ന അവന്റെ ഹൃദയ ശുദ്ധി അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആ തഖ്വ എന്ന് പറയുന്നത് മാത്രമാണ് അള്ളാഹുവിന്റെ അടുത്ത് മാനദണ്ഡം. ആ അർത്ഥത്തിൽ ഒരു സ്പിരിച്വൽ ഇക്വാലിറ്റി ഇസ്ലാമാണ് മുന്നോട്ട് വയ്ക്കുന്നത്, മതങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഈ മൂല്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് നിലവിലെ മതങ്ങൾ ഉപേക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ മതം മാറ്റി നിർത്തിയാൽ ഈ മൂല്യങ്ങൾക്ക് പോലും പ്രസക്തി ഇല്ല എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. സമാധാനം. എന്താണ് സമാധാനം? സമാധാനം എന്നത് മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. നിന്റെ അസുഖം മാറ്റാൻ, നിന്നെ ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സർവശക്തനായ ഒരു ദൈവമുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമല്ലേ ആശ്വാസം നൽകുക. അതിനേക്കാൾ വലിയ സമാധാനം മറ്റെന്ത് നൽകും? നിനക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്, ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്, മോക്ഷം എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഇങ്ങനെ ജീവിക്കണം, ക്ഷമിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം എന്നൊക്കെ ഒരു പരലോകത്തെ മുൻനിർത്തി പറയാൻ കഴിയുന്ന ഒരു മതവിശ്വാസം സ്വീകരിക്കുമ്പോഴല്ലേ മനുഷ്യന് സമാധാനം ഉണ്ടാവുക. അപ്പോൾ ഒരു രോഗിക്ക് അവന് പ്രതീക്ഷ ഉണ്ടെങ്കിലാണ് രോഗത്തെ അതിജയിക്കാൻ കഴിയുക. നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് അവന് പ്രതീക്ഷ നൽകുക? ഭൗതികമായ എല്ലാം അസ്തമിക്കുന്നു, ടെസ്റ്റുകളിൽ റിസൾട്ടുകളൊക്കെ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴും അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഇവന് പ്രതീക്ഷ നൽകുക, ഇവന് സമാധാനം നൽകുക. ഒന്ന്, എനിക്ക് ഈ ലോകത്ത് പ്രയാസങ്ങൾ മാത്രമാണെങ്കിലും അത് ക്ഷമിച്ചാൽ പരലോകത്ത് പ്രതിഫലമുണ്ട്. രണ്ട്, ഈ ലോകത്ത് തന്നെ എന്നെ ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കാൻ സർവശക്തനായ ഒരു അള്ളാഹു ഉണ്ട്. അപ്പോൾ സമാധാനം എന്ന വാക്കിന് ഒരു പ്രായോഗിക തലത്തിൽ അർത്ഥം നൽകുന്നത് തന്നെ ദൈവവിശ്വാസവും മതവിശ്വാസവുമാണ്. എന്നിട്ടാണ് ഇദ്ദേഹം പറയുന്നത് ഈ 4 മതങ്ങളില്ല, അതുകൊണ്ട് ഞാൻ മതം ഒഴിവാക്കുന്നു എന്നത്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് പീസ്, ഹ്യൂമാനിറ്റി ആൻഡ് ഇക്വാലിറ്റി. ഇത് പറയുമ്പോൾ നമ്മൾ 3 രാജ്യങ്ങൾ എണ്ണാം. ഒന്ന് സിറിയ, ഒന്ന് അഫ്ഗാനിസ്ഥാൻ, 3 സൊമാലിയ. അതോടൊപ്പം 3 ഭീകര സംഘടനകളെ നമ്മൾ എണ്ണുന്നു. 1 ഐസിസ്, 2 താലിബാൻ, 3 അൽ ഷബാബ്. ഈ 3 രാജ്യങ്ങളാണ് ഹാഫ് ഓഫ് ദ വേൾഡ് റെഫ്യൂജി പ്രോബ്ലത്തിന് ആളുകളെ ഇറക്കി വിടുന്ന ഈ 3 രാജ്യങ്ങളിൽ നിന്നാണ്. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് റെഫ്യൂജി ക്രൈസിസ്. അവിടെ നടക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ വഴിവെക്കുന്നത് ഈ 3 മതത്തിൽ കുളിച്ചു നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഈ പറയുന്ന മുഹമ്മദ് നബി പോലും യുദ്ധങ്ങൾ പലതും ചെയ്തിട്ട് കൊള്ളകൾ പലതും നടത്തിയിട്ടുണ്ട്. അതിൽ ബദർ യുദ്ധം എന്ന് നമ്മൾ വിളിക്കുന്നത് സത്യത്തിൽ ഒരു കൊള്ളയായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? കൊള്ളയായിരുന്നു അത്. അതേപോലെ റോമൻ സാമ്രാജ്യത്തിനെതിരെ നടത്തിയ യുദ്ധം ഒരു കാരണമില്ലാതെയാണ് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത്. മുഹമ്മദ് നബിയെ കൊന്നതാണ്. വിഷം ചേർത്ത് ഇറച്ചി കൊടുത്തുകൊണ്ട് വിഷം തീണ്ടിയാണ് മുഹമ്മദ് നബി മരിച്ചത്. മുഹമ്മദ് നബി മാത്രമല്ല, മുഹമ്മദ് നബിക്ക് ശേഷം വന്ന 4 ഖലീഫമാരിൽ ഒരാൾ മാത്രമാണ് സമാധാനമായിട്ട് അന്ത്യശ്വാസം വലിച്ചിട്ടുള്ളൂ. ബാക്കി 3 പേരും മരിച്ചത് ശത്രുക്കളാണ്. ഇതിൽ ഇസ്ലാം സമാധാനത്തിന്റെ മതമല്ല എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ലോകത്തിന്റെ പകുതി വരുന്ന അഭയാർത്ഥികൾ മുസ്ലിം രാജ്യത്ത് നിന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ഇസ്ലാം സമാധാനത്തിന്റെ മതമല്ലെന്ന് പറയാൻ സ്ഥാപിക്കുക? ഒന്ന് നാം പറഞ്ഞു, ആത്യന്തികമായ സമാധാനം മനസ്സിന്റെ സമാധാനമാണ്. ഈ അഭയാർത്ഥി പ്രവാഹത്തിന്റെ പ്രശ്നം അനുഭവിക്കുമ്പോഴും ഇത് ക്ഷമിക്കുമ്പോൾ എനിക്ക് എൻ്റെ അള്ളാഹു പ്രതിഫലം നൽകുമെന്നും ഇതിൽ നിന്ന് കരകയറ്റാൻ അള്ളാഹു ഉണ്ട് എന്ന പ്രതീക്ഷയുമാണ് ഇവർക്ക് സമാധാനം നൽകുക. മനസ്സിന്റെ സമാധാനമാണ് ആത്യന്തിക സമാധാനം. അതുകൊണ്ടാണ് ഒരുപാട് പണമുണ്ട് പക്ഷെ സമാധാനം ഇല്ല എന്ന് നമ്മൾ പറയും.
ചിലപ്പോൾ ദരിദ്രനായിരിക്കും, അവന് സമാധാനം ഉണ്ടെന്ന് പറയും. സമാധാനം മനസ്സിൻ്റെതാണ്, അത് വിശ്വാസം കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് 9 വയസ്സുള്ള കുട്ടിയോട് സിറിയയിലേക്ക് പോയ ഒരു പ്രഭാഷകൻ ചോദിച്ചോ, മോനെ നിന്റെ മാതാപിതാക്കൾ എവിടെ? അവൻ പറഞ്ഞു, കൈവിരൽ ആകാശത്തേക്ക് ചൂണ്ടിയിട്ടില്ല, റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് അവർ യാത്രയായി. യുദ്ധമുണ്ടാകുമ്പോൾ, ഇസ്രായേലിന്റെ ശല്യം വരുമ്പോൾ, മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും മാതാപിതാക്കൾ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം. അപ്പോൾ ഒരേ പ്രയാസം അനുഭവിക്കുന്ന 2 പേരിൽ ഒരാൾ ദൈവവിശ്വാസിയാണെങ്കിൽ, മരിച്ചുപോയി എനിക്ക് എൻ്റെ മാതാപിതാക്കളെ കാണാൻ കഴിയുമെന്ന് വിശ്വാസമുള്ളവനായിരിക്കും സമാധാനം ഉണ്ടാവുക. അപ്പോൾ അഭയാർത്ഥികളാണ്, അതുകൊണ്ട് സമാധാനമില്ല എന്ന് പറയുന്നത് 1 തെറ്റ്. 2, ആരാണ് ഈ പ്രശ്നമുണ്ടാക്കുന്നത്? പ്രശ്നമുണ്ടാക്കലല്ലേ അസമാധാനം. ഇപ്പൊ ലോകത്ത് സമാധാന രാജ്യം എന്ന് പറയും സ്വീഡനാണ് ലോകത്ത് ആയുധ കച്ചവടത്തിൽ മുൻപിലുള്ളത്. മറ്റു രാജ്യങ്ങളുടെ അസമാധാനത്തിന് കാരണമാക്കുന്ന, അങ്ങനെ പൈസ ഉണ്ടാക്കി തൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു രാജ്യമാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുൻപിലുള്ളത്. അപ്പോൾ ആരാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്? ആരാണ് ഇവർക്ക് ആയുധം നൽകുന്നത്? ആരാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്? മിഡിൽ ഈസ്റ്റിന്റെ പ്രശ്നങ്ങളുടെ കാരണം ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രം 2ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്ക അവിടെ കൊണ്ട് നാട്ടിയതിന്റെ ശേഷമാണ് മിഡിൽ ഈസ്റ്റ് ഇങ്ങനെ കലാപകലുഷിതമാകുന്നത്. ഇനി ബഷാർ അൽ അസദ് എന്താണ്? അദ്ദേഹം ഒരു വിശ്വാസി പോലുമാണ് എന്ന് പറയാൻ കഴിയാത്ത വിധം അദ്ദേഹം ലിബറലിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന, അവിടുത്തെ വിശ്വാസികൾക്ക് എതിരിലുള്ള ആളാണ്. അഫ്ഗാനിലും അതുപോലെ തന്നെ ഇറാഖിലും ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത്? അമേരിക്കയാണ് അവിടെ ഇൻവേഷൻ നടത്തുന്നത്. അപ്പോൾ അവിടേക്ക് ഇൻവേഷൻ നടത്തി അവിടുത്തെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി അവർക്ക് അഭയാർത്ഥികളാകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെ മിണ്ടാതിരിക്കുകയും ഇതൊക്കെ ഇസ്ലാമിന്റെ പ്രശ്നമാണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഒരു വെറുപ്പ് ഒരാളുടെയും മനസ്സിലുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്നു ബദർ കൊള്ളയാണ്. ബദർ ഇസ്ലാമിലെ യുദ്ധങ്ങൾ, അതേക്കുറിച്ച് നമ്മൾ ഇസ്ലാം വാളുകൊണ്ടാണോ പ്രചരിച്ചത് എന്ന ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഒരു 5-7 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രതികരണം അറിയിച്ചിരുന്നു. ബദർ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ യുദ്ധമാണ്. എന്താണ് യുദ്ധത്തിന്റെ പശ്ചാത്തലം? അള്ളാഹു ഏകനായ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജന്മനാട്ടിൽ നിന്ന് ഉപരോധം സഹിക്കേണ്ടി വന്നു. പിന്നീട് അതിൻ്റെയും ശേഷം 3 വർഷം ഉപരോധം സഹിച്ചു. അവസാനം പലായനം ചെയ്യേണ്ടി വന്നു. സ്വത്തും നാടും ഒക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. അപ്പോഴും യുദ്ധത്തിന് മുതിർന്നില്ല. അങ്ങനെ ഇവർക്ക് അഭയം നൽകിയ മദീനക്കാർക്കെതിരെ ഇവരൊരു കത്തയക്കുന്നു. ഖുറൈശികൾ, നിങ്ങൾ മക്കയിൽ നിന്ന് അവിടേക്ക് വന്ന പലായനം ചെയ്തു വന്ന വിശ്വാസികളെ സ്വീകരിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് യുദ്ധത്തിന് വരും, പുരുഷന്മാരെ കൊല്ലും, സ്ത്രീകളെ പിടിച്ചെടുക്കും. ഭീഷണി കത്തയച്ചു. ആ കത്തിനെ അവർ വകവെച്ചില്ല. അപ്പോഴാണ് വിശ്വാസികൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ ഉപേക്ഷിച്ച് സ്വത്തുകൂടി സമാഹരിച്ച് മക്കയിലെ ആളുകൾ, ഖുറൈശികൾ കച്ചവടയാത്ര പോകുന്ന വിവരം അറിഞ്ഞത്. ഉറപ്പായും ഇവർ യുദ്ധത്തിന് ഭീഷണി കത്തയച്ചിട്ടുണ്ട്. ഈ കച്ചവട സമ്പത്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതുമായി ഒരു ആയുധമുണ്ടാക്കും, ആയുധം വാങ്ങും, യുദ്ധത്തിന് വരും, ഉറപ്പാണ്. അപ്പോൾ ആ കച്ചവട സംഘത്തെ തടയണം, അപ്പോൾ യുദ്ധം ഒഴിവാക്കാം. പ്രവാചകൻ അനുയായികളെ അയച്ചു. പക്ഷെ അവർക്ക് അത് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ 313 നിരായുധരെന്ന് വിശേഷിപ്പിക്കാവുന്ന അത്ര ആയുധ സന്നാഹം ഇല്ലാത്ത ഒരു സംഘത്തിന് സർവായുധ സന്നാഹത്തോടുകൂടി വന്ന 1000-ഓളം വരുന്ന ആളുകളോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. ഇതാണ് ബദർ. അതുവരെ യുദ്ധം ചെയ്യരുത് എന്നാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പന. ആ ഒരു സാഹചര്യത്തിൽ ഇനി നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, കാരണം അവർ ശത്രുക്കൾ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ യുദ്ധം ചെയ്തോളൂ എന്ന് അനുമതി കൊടുത്തു. അള്ളാഹുവിന്റെ സഹായം ഇറങ്ങി ശത്രുക്കളെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. ഇതാണ് ആദ്യത്തെ യുദ്ധം ബദർ. ഇത് കൊള്ളയാണോ? ഒരു യുദ്ധമുണ്ടായാൽ യുദ്ധഭൂമിയിൽ ബാക്കിയാകുന്ന സമ്പത്തുകൾ വിജയിച്ചവർ പിടിച്ചെടുക്കുക എന്നത് യുദ്ധ നയമാണ്, യുദ്ധ നിയമമാണ്. എങ്കിൽ ഈ സമ്പത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവർ ഇനി അടുത്ത യുദ്ധത്തിന് വരാതിരുന്നേക്കും. ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യാണ്, അവരിന് അടുത്ത യുദ്ധത്തിന് വരാതിരുന്നേക്കും. ഈ സമ്പത്തൊക്കെ അവർ തിരിച്ചു കൊടുത്താൽ വീണ്ടും ഒരു യുദ്ധത്തിന് വരും. അപ്പൊ യുദ്ധം ഒഴിവാക്കലിന്റെ ഭാഗമാണ് യുദ്ധഭൂമിയിൽ ഉള്ള സമ്പത്ത് അവർക്ക് തിരിച്ചു കൊടുക്കാതിരിക്കുന്നത്, യുദ്ധബന്ദികളെ പിടിച്ചു വെക്കുന്നത്, അവരെ മോചിപ്പിക്കണമെങ്കിൽ പകരം പണം വേണമെന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? യുദ്ധം തടയാനുള്ള മാർഗങ്ങളാണ്. അപ്പൊ യുദ്ധം തടയാനുള്ള മനോഹരമായ മാർഗങ്ങളെ സ്വീകരിച്ചതിന്റെ പേരിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊള്ള നടത്തി എന്നാണ് അദ്ദേഹം തട്ടിവിടുന്നത്. ഇതൊക്കെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാനല്ല, അത് പിന്നെ എന്തിനാണ്? പിന്നെ ഒരു കാരണവും ഇല്ലാതെയാണ് റോമാ സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്തതെന്ന് പറയുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ രാഷ്ട്രത്തലവന്മാർക്കും സന്ദേശവുമായിട്ട് സന്ദേശവാഹകരെ അയച്ചു, അംബാസിഡർമാരെ അയച്ചു. അപ്പോൾ അങ്ങനെ റോമാ സാമ്രാജ്യത്തിലേക്ക് ചെന്ന അംബാസിഡറെ അവർ വകവരുത്തി, കൊലപ്പെടുത്തി. അന്നത്തെ ഒരു അലിഖിത നിയമമാണ്, എഴുതപ്പെടേണ്ട പോലും ആവശ്യമില്ലാത്ത നിയമമാണ്. സന്ദേശവാഹകരും കച്ചവടക്കാരും കൊല ചെയ്യപ്പെടരുതെന്ന്. കൊല ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും
ആരുടെ സന്ദേശവാഹകനാണോ കൊല ചെയ്യപ്പെട്ടത് ആ രാജ്യത്തിന് പകരം ചോദിക്കാനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? അതിന് മാപ്പ് പറയുകയോ ഈ കൊലപാതകത്തിന് കാരണമായവർ ശിക്ഷിക്കുകയോ വേണം. അതിന് രണ്ടിനും അവർ തയ്യാറായില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഒരു സൈനിക നടപടിക്ക് എല്ലാവിധ അവകാശവും ഇസ്ലാമിക പക്ഷത്തിനുണ്ട്. അതിനെയൊക്കെയാണ് ഇദ്ദേഹം ഒരു കാരണവുമില്ലാതെ എന്ന് പറയുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ അംബാസിഡർ ഇന്ത്യയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടെന്ന് കരുതുക. നമ്മുടെ ഭരണകൂടം അതിനെ എന്താ പറയുക, അതിൻ്റെ ഘാതകരെ കണ്ടെത്തി ശിക്ഷിക്കുന്നില്ല. ഈ ഭരണകൂടം തന്നെയാണ് കൊല ചെയ്തത്. അവർ മാപ്പ് പറയാനും തയ്യാറല്ല. അപ്പോൾ പിന്നെ അമേരിക്കയുടെ നടപടി ഇന്ത്യ സ്വീകരിക്കണം. അതിന് അമേരിക്ക കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാരണമില്ലാതെ അമേരിക്ക ഇന്ത്യക്കെതിരെ നടപടി എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറയുന്നതിലേക്ക് ഒരു ലോജിക്ക് വേണ്ടേ? അതുപോലെ തന്നെ അതിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷം തീണ്ടിയിട്ടാണ് മരിച്ചത്. അതെ, വിഷാംശമുള്ള ഭക്ഷണം ഒരു സ്ത്രീ റസൂലുള്ളാഹിനെ കൊടുക്കാൻ ശ്രമിച്ചു. റസൂലുള്ളാഹി തിരിച്ചറിഞ്ഞു, അവസാനം അത് ഒഴിവാക്കുകയും ചെയ്തു. പക്ഷെ ആ വിഷാംശം നബി തങ്ങളുടെ മരണകാരണമായിട്ടുണ്ട് എന്നൊക്കെ അഭിപ്രായമുണ്ട്. സോ വാട്ട്? 4-3 ഖലീഫമാർ കൊല ചെയ്യപ്പെട്ടു. സോ വാട്ട്? അതുകൊണ്ട് എന്താ? അവർ സത്യത്തിന്റെ ഒപ്പം നിന്നു എന്നതിനല്ലേ അത് തെളിവാകുക. ഇപ്പോ പഴശ്ശിരാജ, അദ്ദേഹത്തിന് ജീവൻ ത്യജിക്കേണ്ടി വന്നു. ടിപ്പു സുൽത്താൻ, അദ്ദേഹത്തിന്റെ ജീവൻ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു യുദ്ധഭൂമിയിൽ. അതുകൊണ്ട് അവർക്ക് മോശമാണെന്നാണോ? അവർ ധീരന്മാരാണ്, അവർ വാഴ്ത്തപ്പെടേണ്ടവരാണ്, അവർ ധർമ്മപക്ഷത്ത് നിലയുറപ്പിച്ചവരാണ് എന്നല്ലേ അതിൽ നിന്ന് കിട്ടുക. അപ്പൊ എന്തൊരു ആർഗ്യുമെന്റ് ആണ് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന് സോഷ്യൽ റീസൺസ് ആൻഡ് മോറൽ ആൻഡ് എത്തിക്കൽ റീസൺസ്. അതിൽ നമ്മൾ എടുക്കുന്നത് സമാധാനം, ഹ്യൂമാനിറ്റി, അതുപോലെ ഇക്വാലിറ്റി ആൻഡ് മൊറാലിറ്റി. ഈ 4 സാധനമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം മൊറാലിറ്റി. ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് അമ്മ പെങ്ങൾ ബോധം. അധികം പറയാതെ നിങ്ങൾക്കറിയാം. ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് അമ്മ പെങ്ങൾ ബോധം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇസ്ലാം ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് കാണാത്ത പദമാണ്. അല്ലെങ്കിൽ ആദം ഹവ്വ അത് ഇൻസെസ്റ്റിലൂടെയാണ് ഇന്ന് കാണുന്ന സമൂഹത്തിലേക്ക് എത്തിയത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അബ്രഹാമിക് റിലീജിയൻസ് എല്ലാം പഠിപ്പിക്കുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പെങ്ങളെ ഭോഗിക്കാൻ കഴിയില്ല, ഇസ്ലാമിക നിയമമാണ്. പക്ഷേ നിങ്ങൾക്ക് മരിച്ചു ചെന്ന് സ്വർഗ്ഗത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെ ഭോഗിക്കാം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിഹിത ഗർഭത്തിൽ പിറന്ന മകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാമാണ്. അതുപോലെ ഇനി ഫസ്റ്റ് കസിൻ മാരേജ് നിങ്ങൾക്കറിയാം. നമ്മുടെ അമ്മായിമാരെ കുട്ടികൾ അതുപോലുള്ള ആളുകളെ കല്യാണം കഴിക്കുന്ന സ്ഥിരം നമ്മൾ കാണുന്ന കാര്യമാണ്. ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് മാത്രമല്ല ഇന്ന് ലോകത്ത് നടക്കുന്ന മൊത്തം കൺസാഗ്നസ് മാരേജസ്, അതായത് രക്തബന്ധുക്കൾ തമ്മിലുള്ള കല്യാണങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പഠന വിധേയമാക്കുമ്പോൾ കാണുന്നത് ലോകത്ത് നടക്കുന്ന മൊത്തം കൺസാഗ്നസ് ബ്ലഡ് റിലേഷൻ തമ്മിലുള്ള കല്യാണങ്ങളിൽ 60% നടക്കുന്നത് ഇസ്ലാമിക ലോകത്താണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പാകിസ്ഥാനും അതുപോലെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളാണ്. ഇനി അവസാനം ഇതിൽ ആധുനിക ലോകത്തിന് ഇൻസെസ്റ്റ് അവോയ്ഡൻസ് മെക്കാനിസംസ് ഉണ്ട്. അത് എവല്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നു, നമ്മൾ വളർത്തിയെടുക്കുന്നു. അതിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് ചെയ്യരുതെന്ന് നിയമനിർമ്മാണം നടത്തുന്നു. ഇതാണ് നമ്മൾ കാണുന്നത് അവിടെ. അതുകൊണ്ട് ആധുനിക മനുഷ്യൻ അത് പാടില്ല എന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, വിവരങ്ങൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ഇസ്ലാം ഇൻസെസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, രക്തബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം അല്ലെങ്കിൽ ലൈംഗിക ബന്ധം പരസ്പര സമ്മതമുണ്ടെങ്കിൽ പിന്നെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് എതിർക്കാൻ കഴിയുക? അപ്പോൾ ഇവരുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഇതിനെ എതിർക്കാൻ കഴിയില്ല? 1. 2, ഇസ്ലാം രക്തബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തെ ഏത് രീതിയിലാണ് കാണുന്നത്? ഇസ്ലാമിൽ എപ്പോഴും മഹറം ആയ ആളുകൾ, മഹറം എന്നാൽ വിവാഹം കഴിക്കാൻ പറ്റാത്ത ആളുകൾ തമ്മിലുള്ള വിവാഹം തെറ്റു തന്നെയാണ് ഏത് കാലത്തും. പക്ഷെ ആരാണ് മഹറം എന്നത് ഓരോ ശരീരത്തിനനുസരിച്ച് വ്യത്യസ്തമാകും. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിൽ അള്ളാഹു പറഞ്ഞു, ഒരേ പ്രസവത്തിലുള്ള 2 മക്കൾ പരസ്പരം നിങ്ങൾ വിവാഹം കഴിക്കുന്നത് അവർ മഹറമാണ്. വ്യത്യസ്ത പ്രസവത്തിലുള്ളവർ തമ്മിലാണെങ്കിൽ അവർക്ക് അനുവാദം നൽകി. പിന്നീടുള്ള ഒരു ശരീരത്തിൽ ഒരേ സമയം 2 സഹോദരിമാരെ വിവാഹം കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒരേ സമയം ജ്യേഷ്ഠത്തെയും അനുജത്തെയും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ അള്ളാഹു പറഞ്ഞു, ഇനി നിങ്ങൾക്ക് അത് അനുവദനീയമല്ല. അപ്പൊ ശരീഅത്ത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കാലഘട്ടത്തിനനുസരിച്ച്, മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച്. പക്ഷെ ഇത് നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. നമ്മളല്ല അധികാരി, നമുക്കല്ല അതിനുള്ള അറിവും കഴിവും അധികാരവും ഉള്ളത്, അത് അള്ളാഹുവിനാണ്. അള്ളാഹു ചെയ്തു. 1400 വർഷം മുമ്പ് ഇസ്ലാമിക ശരീഅത്തിനെ അള്ളാഹുവിടെ സമ്പൂർണ്ണമാക്കി. കാരണം ഇപ്പൊ 2000 എൻഡ് ഓഫ് ഹിസ്റ്ററി നടന്നു എന്നാണ് ഫ്രാൻസിസ് ഫുക്കിയാമ പറയുന്നത്. എങ്കിൽ പിന്നെ 1400 എൻഡ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് നടന്നൂടെ? അപ്പൊ അത്രേ ഉള്ളൂ. മനുഷ്യന്റെ വളർച്ചാ ഘട്ടം പൂർത്തിയായി, ഇനി ഡിക്ലൈനിന്റെ ഘട്ടമാണ്. അതാണ് നമ്മൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ രക്തബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം എപ്പോഴും ഇസ്ലാമിൽ വിലക്കപ്പെട്ടതാണ്. ഇനി ഇവർ പറയും ആദം ഹവ്വ അവരുടെ മക്കൾ തമ്മിൽ ഉണ്ടായത് ഇന്നത്തെ ഭാഷയിൽ ഇൻസെസ്റ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു 5 ആദമിനെയും ഒരു 5 ഹവ്വയെയും ഉണ്ടാക്കിക്കൂടെ എന്നാണ് അദ്ദേഹം തൻ്റെ വിഷയാവതരണത്തിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം എങ്ങനെയും ചോദിച്ചൂടെ? ഇനി ഒരു 5 ആദവും ഒരു 5 ഹവ്വ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അപ്പോൾ പറയും 10 ആദവും 10 ഹവ്വ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചൂടെ? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചൂടെ, ലോകത്തെ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് ജനിപ്പിച്ച് മക്കളും മാതാപിതാക്കൾ ബന്ധമൊന്നും ഇല്ലാതെ സൃഷ്ടിച്ചൂടെ? അതൊക്കെ പറ്റും, എല്ലാം പോസിബിളാണ്. പോസിബിളായ എല്ലാം അള്ളാഹുവിന് ചെയ്യാൻ കഴിയും. അങ്ങനെ പോസിബിളായ അനേകം സാധ്യതകളിൽ നിന്ന് ഒരു സാധ്യത അള്ളാഹു തെരഞ്ഞെടുത്തു. അതിന് അള്ളാഹുവിന് അർഹതയുണ്ട്. എന്തുകൊണ്ട് അള്ളാഹു അത് ചെയ്തു മറ്റേത് ചെയ്തില്ല എന്ന് ചോദിക്കാൻ നമുക്ക് എന്താ അർഹത? അങ്ങനെ നാം ഉദ്ദേശിക്കുന്നത് പോലെയാണ് അള്ളാഹു ചെയ്യേണ്ടത് എന്ന് വന്നാൽ അവിടെ ആരാണ് അടിമ, ആരാണ് ഉടമ? അള്ളാഹു നമ്മുടെ അടിമയാവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അള്ളാഹുവിന് ഏതും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു രീതി അള്ളാഹു തിരഞ്ഞെടുത്തു.
ഇനി എന്തുകൊണ്ട് മറ്റേതായില്ല എന്ന ചോദ്യം തന്നെ സാധ്യതയില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേര്? എൻ്റെ പേര് ആരിഫ് ഹുസൈൻ. എന്തുകൊണ്ട് താങ്കളുടെ പേര് എന്താ രവിശങ്കർ എന്നായില്ല എന്ന് ചോദ്യത്തിന് എന്താ പറയാ? എന്തുകൊണ്ട് താങ്കളുടെ പേര് മഹാദേവൻ എന്നായില്ല എന്ന് ചോദിച്ചപ്പോൾ എന്താ പറയാ? എൻ്റെ ഉമ്മയും വാപ്പയും ഇങ്ങനെ ഇട്ടു എന്നല്ലേ ഇപ്പം ഉത്തരം. അപ്പൊ അള്ളാഹു മറ്റുള്ള ഒന്നിന്റെയും നിർബന്ധിക്കലിന് വിധേയനല്ലാത്ത, അള്ളാഹു സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിവുള്ള അള്ളാഹുവിന് തോന്നി ഇങ്ങനെ ചെയ്യണമെന്ന്. അതാണ് അതിന്റെ ഉത്തരം. അതിലിപ്പോ എന്താണ് പ്രശ്നം ആരോപിക്കാനുള്ളത്? എന്തുകൊണ്ട് മനുഷ്യന് നൽകിയതുപോലെ വഹിയും ഖുർആനും ഒന്നും ഉറുമ്പുകൾക്ക് നൽകിയില്ല? അപ്പൊ നമ്മൾ ഉറുമ്പുകളെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തുകൊണ്ട് ജിറാഫിന് നൽകിയില്ല? അതൊക്കെ ചോദ്യം തന്നെയല്ലേ. എന്തുകൊണ്ട് ഖുർആൻ അറബി ഭാഷയിലായിരുന്നു ചോദിക്കുമ്പോൾ ഇംഗ്ലീഷിലാക്കി വിചാരിക്കും. അപ്പൊ ചോദിച്ചോട്ടെ എന്തുകൊണ്ട് ഇംഗ്ലീഷിലാക്കി? അപ്പൊ ഏതെങ്കിലും ഒന്നേ തിരഞ്ഞെടുക്കാൻ കഴിയൂ? അനേകം സാധ്യതകളിൽ നിന്ന് ഒന്നേ തിരഞ്ഞെടുക്കാൻ കഴിയൂ. അതിന്റെ യുക്തിഭദ്രത എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിയും. അള്ളാഹുവിന്റെ തീരുമാനങ്ങളുടെ പിന്നിൽ ആലോചിച്ചാൽ ഹിക്മത്തൊക്കെ മനസ്സിലാകും. പക്ഷെ എന്തുകൊണ്ട് മറ്റേതായില്ല എന്നുള്ള ചോദ്യം തന്നെ അർത്ഥശൂന്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ അദ്ദേഹം അതിൽ പറയുന്ന വേറൊരു സാധനം, സഹോദരിമാരെ സ്വർഗത്തിൽ വിവാഹം കഴിക്കാമെന്നത് ഏത് ഇസ്ലാമിന്റെ പ്രമാണത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ വ്യത്യസ്ത പ്രസവമുള്ളവർ തമ്മിൽ വിവാഹം അനുവദിക്കപ്പെട്ടല്ലോ. അപ്പൊ ഭൂമിയിൽ വെച്ച് ഒരു വിഭാഗം ആളുകൾക്ക് അനുവദിക്കപ്പെട്ടത് ചിലപ്പോൾ അവരുടെ ശരീരത്തനുസരിച്ച് അവർക്ക് സ്വർഗത്തിൽ ലഭിച്ചേക്കാം എന്നുമല്ല പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിയില്ല. എങ്കിലും ഇസ്ലാമിന്റെ ഏത് പ്രമാണത്തിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഇക്കാര്യം പറയുന്നത് എന്ന് അദ്ദേഹം പറയണം. രണ്ട്, സ്വതന്ത്ര ചിന്തയുടെ ഏതടിസ്ഥാനത്തിലാണ് ഇക്കാര്യം മോശമാകുന്നത് എന്നുകൂടി അദ്ദേഹം തീർച്ചയായും പറയേണ്ടതുണ്ട്. ഇനി മറ്റൊന്ന്, ഫസ്റ്റ് കസിൻ മാരേജിനെ കുറിച്ച്. അമ്മാവന്റെ മക്കളെ അമ്മായിയുടെ മക്കളെയൊക്കെ വിവാഹം കഴിക്കുന്നത് ഇവിടെ ഒരുപാട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തേത്, തീർച്ചയായിട്ടും ഇസ്ലാം അകന്ന ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം നമുക്ക് അവർ തമ്മിൽ ചില വിവാഹങ്ങളൊക്കെ ഫ്ലോപ്പ് ആകുമ്പോൾ പറയാറുണ്ടല്ലോ, ഒന്ന് അന്വേഷിക്കായിരുന്നല്ലോ എന്ന്. അപ്പോൾ നമുക്ക് അന്വേഷിക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. അകന്ന ബന്ധുക്കളാകുമ്പോൾ നമുക്ക് അറിയാവുന്നവരാകുമ്പോൾ കാര്യമായ അവരുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ പെരുമാറ്റ രീതികളെക്കുറിച്ചും ഒക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ലോകത്തെ എല്ലാ സംസ്കാരങ്ങളും അകന്ന ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച്. നിങ്ങൾ ഏത് സംസ്കാരം നോക്കിക്കോളൂ, അകന്ന ബന്ധുക്കൾ തമ്മിലുള്ള അതാണ് ഏറ്റവും പ്രായോഗികം. ഇനി രണ്ട്, ഫസ്റ്റ് കസിൻ മാരേജ്, അമ്മാവന്റെ മക്കളെ അമ്മായിയുടെ മക്കളെയൊക്കെ വിവാഹം കഴിക്കുന്നത്, അതും ഈ പറഞ്ഞതുപോലെ അവർ തമ്മിലുള്ള സാമ്യതകളുടെ അടിസ്ഥാനത്തിൽ ബന്ധം മുന്നോട്ട് പോകാൻ ഗുണകരമാണ് എന്നതുകൊണ്ടാണ് സമൂഹം അങ്ങനെ ഒരു രീതി തിരഞ്ഞെടുത്തത്. ഇസ്ലാം അതിനെ വിലക്കുന്നില്ല, അത് സൗകര്യമാണ് ജനങ്ങൾക്ക്, അതുകൊണ്ടാണ് അത് ലോകം തിരഞ്ഞെടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇത്തരം വിവാഹങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മക്കൾക്ക് ജനിതക പ്രശ്നം ഉണ്ടാകുന്നു എന്ന് പഠനം തെളിയിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ പിന്നെ ഇതിൽ നിന്നും മാറി നിൽക്കണം എന്നാണ് മതം പറയാ. ഉദാഹരണത്തിന് പാല് കുടിക്കൽ അനുവദനീയമാണ്. പക്ഷെ പാല് കുടിച്ചാൽ ഇന്ന ആൾക്ക് ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുന്ന ബോധ്യമായാലോ, എങ്കിൽ പിന്നെ ആ പാല് ഒഴിവാക്കണമെന്നാണ് മതം പറയുക. ശരീരത്തെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല. അപ്പൊ രണ്ടുപേർ വിവാഹത്തിന്റെ മുമ്പ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തങ്ങൾക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്ക് പ്രശ്നമുണ്ടാകുമോ എന്നറിയാൻ കഴിയും. അപ്പോൾ പ്രശ്നം ഉണ്ടാകുമെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് മതം പറയുക. പിന്നെ ലോകത്തിന്റെ ഇന്ന് നമ്മൾ മാട്രിമോണിയും ഈ ഇന്റർനെറ്റൊക്കെ ഉള്ള കാലത്ത് ഏത് രാജ്യത്തുള്ള ആളുകളുമായും വിവാഹത്തിന് സാധ്യതയുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒറ്റപ്പെട്ട ആളുകൾ താമസിക്കുന്ന സമൂഹമാണ് മനുഷ്യ കുലത്തിന്റെ ചരിത്രത്തിന്റെ തുടക്കം മുതലുള്ളത്. അപ്പോൾ അവർക്കിടയിൽ ഏറ്റവും പ്രായോഗികമായ രീതി ഫസ്റ്റ് കസിൻ മാരേജും ഒക്കെ തന്നെയാണ്. അപ്പൊ അതിനെ പാടെ നിരോധിക്കുക എന്ന് പറയുന്നത് അത് പ്രായോഗിക ബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് മാത്രം നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇന്ന് അത്തരം വിവാഹത്തിലുണ്ടാകുന്ന മക്കൾക്കിടയിൽ ജനിതകപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വന്നാൽ ഇതേ പ്രശ്നങ്ങൾ എക്കാലവും ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്താണ് തെളിവ്? അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അതൊക്കെ നമ്മുടെ ജീവിത രീതിക്ക് അനുസരിച്ച് വന്ന മാറ്റങ്ങളായേക്കാം. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് മുൻകൂട്ടി ടെസ്റ്റ് ചെയ്ത് അറിയാൻ കഴിയുമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് ബോധ്യമായാൽ ആ ബന്ധം ഒഴിവാക്കുന്നതാണ് മതം. ഇനി വേറൊരു കാര്യം, ഇവരെപ്പോഴും പറയാലോ നിങ്ങൾ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരാണ്. സത്യത്തിൽ ആരാണ് ലിംഗം കൊണ്ട് ചിന്തിക്കുന്നത്? എപ്പോഴും ലൈംഗിക ആരോപണങ്ങൾ മതവിമർശനം നടത്തുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും മുക്കിലും മൂലയിലൊക്കെയുള്ള ഇത്തരത്തിലുള്ള ഭോഗങ്ങളുടെയും മറ്റുമൊക്കെ കാരണങ്ങൾ മാത്രം മുന്നോട്ട് വയ്ക്കുന്നത് സത്യത്തിൽ ഒരു മാനസിക വൈകല്യമാണ്. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും അവർ കണ്ടെത്തുക. ഒരാളുടെ മനസ്സിൽ എന്താണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും മറ്റൊന്നിൽ കാണാൻ കഴിയുക. ബാക്കിയുള്ള ഒന്നും ആളുടെ കണ്ടുപെടില്ല. ഇപ്പോൾ വിവാഹപ്രായമായ ആൺമക്കളുടെ മാതാപിതാക്കൾ അവരെവിടെ പോയാലും പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചിന്തിക്കുക? ഇതെൻ്റെ മകന് പറ്റുമെന്നായിരിക്കും ചിന്തിക്കുക. ഒരു സ്കൂൾ വിട്ട് അല്ലെങ്കിൽ ഒരു കോളേജ് വിട്ട് ഇറങ്ങുന്ന ആളുകളെ കണ്ടാൽ ഇവർ ചിന്തിക്കുക ഇത് ഏത് കോളേജാണ്, ഏത് കോഴ്സൊക്കെ ഇവിടെ ഉള്ളതെന്നായിരിക്കില്ല. മറിച്ച് ഇവിടുത്തെ പെൺകുട്ടികൾ എങ്ങനെയുണ്ട്, അവരെൻ്റെ മകന് പറ്റുമെന്നുള്ളതായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ചിന്തിച്ച് നടക്കുന്ന കാര്യം എന്താണ്, അതന്നെയായിരിക്കും എവിടെ ഇവർക്ക് കണ്ടെത്താൻ കഴിയാം.
അപ്പോൾ ഇവരെപ്പോഴും ഈ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരാണ്, എപ്പോഴും ഈ ഭോഗ കഥകളും മറ്റുമൊക്കെ മാത്രം ആലോചിച്ച് നടക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർക്ക് മതവിമർശനം നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമേ നാവിൽ വരുള്ളൂ എന്നുള്ളതാണ്. സ്ത്രീ വിരുദ്ധത കൂടുതൽ പറയുന്നില്ല, അടുത്ത ഘട്ടത്തിൽ പറയാം. അതുപോലെ ഹോമോഫോബിയ, അതുപോലെ സ്ലേവറി, ഈ പറയുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം അതിന്റെ സമയത്ത് അതിൽ ഉൾച്ചേരാതെ കെയ്റോ ഡിക്ലറേഷൻ ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് CDHRI എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം. ഒരു പാരഡി ഹ്യൂമൻ റൈറ്റ്സ് ഇതാണ് അവിടെ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും അവസാനം അടിമ വ്യവസ്ഥയെ നിരോധിച്ചത് മൗറിറ്റാനിയ എന്ന് പറയുന്ന രാജ്യം 2015 റേസിസം, വർണ്ണവിവേചനം അടുത്ത ഘട്ടങ്ങളിൽ നമുക്ക് പറയാം. അതേപോലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മനുഷ്യ ശരീരം പഠനാവശ്യത്തിനായിട്ട് മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കുന്ന കാര്യം ഒരിക്കലും ഒരു മുസ്ലിമിന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അദ്ദേഹം വീണ്ടും കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ആരോപണം പറയാ, ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്. ഒരു കാര്യം നിയമവിരുദ്ധമാണെന്ന് പറയണമെങ്കിൽ ആദ്യം നിയമം എന്താണെന്ന് പറയണ്ടേ. അപ്പൊ എന്താണ് സ്ത്രീപക്ഷം എന്ന് അവർ പറയാം? സ്ത്രീയും പുരുഷനും തമ്മിൽ മാനസികമായ വ്യത്യാസം ഇല്ല എന്നതാണ് ഫെമിനിസം. ഓക്കെ, എന്നാൽ LGBT ആക്ടിവിസ്റ്റ് നേരെ തിരിച്ച ട്രാൻസ്ജെൻഡേഴ്സ് എന്താ പറയാ, സ്ത്രീ മനസ്സ് എന്നൊന്നുണ്ട്, പുരുഷ മനസ്സ് എന്നൊന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സ് ത്രൈണ്യമാണ് എന്ന് ഒരു ട്രാൻസ് മാൻ പറയുന്നത്, ഒരു ട്രാൻസ് വുമൺ പറയുന്നത്. ശരീരം പുരുഷൻ്റെതാണ്, മനസ്സ് ത്രൈണ്യമാണ്. അപ്പൊ സ്ത്രീ മനസ്സ് എന്നൊന്നുണ്ട്, പുരുഷ മനസ്സ് എന്നൊന്നുണ്ട് എന്നാണ് ട്രാൻസ്ജെൻഡറിസം. എന്നാൽ സ്ത്രീ മനസ്സ് എന്നൊന്നില്ല, പുരുഷ മനസ്സ് എന്നൊന്നില്ല എന്നാണ് ഫെമിനിസം. ഇത് തമ്മിൽ തന്നെ സംഘടനയാണ്, അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വേറെ കാര്യം. ഇപ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ശാരീരിക വ്യത്യാസത്തെ ഫെമിനിസ്റ്റുകൾക്ക് പ്രശ്നമില്ല, അതുകൊണ്ട് തുല്യതയ്ക്ക് വേണ്ടി പുരുഷൻ പ്രസവിക്കണം എന്ന് അവർ പറയൂല. പക്ഷെ മാനസിക വ്യത്യാസം ഇല്ല എന്നാണ് അവരുടെ വാദം. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇമോഷൻ കൂടുതലാണ്, കുട്ടികളെയൊക്കെ പരിപാലിക്കാൻ അവർക്കാണ് കഴിയുക എന്ന് നിങ്ങൾ പറയണ്ട. അത് അവർ നിങ്ങൾ കുട്ടികളെ നോക്കാൻ വേണ്ടി ഒരു മൂലയിൽ ഒതുക്കി കൂട്ടാൻ വേണ്ടി പടച്ചു വിടുന്ന കള്ള സിദ്ധാന്തമാണ് എന്നാണ് ഫെമിനിസം പറയാ. ഒക്കെ തുല്യമായിട്ടാണ് എല്ലാവരും ചെയ്യേണ്ടത്, എല്ലാ ധർമ്മവും തുല്യമാണ്, ജെൻഡർ റോൾസ് എന്നൊന്നില്ല എന്നാണ് ഫെമിനിസം. എന്നാൽ ജെൻഡർ റോൾസ് എന്നൊന്നുണ്ട് എന്നാണ് LGBT ആക്ടിവിസം. അപ്പോൾ എന്താണ് സ്ത്രീ പക്ഷം എന്ന് പറയാതെ എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധത പറയാ? സ്ത്രീ പക്ഷം എന്താ പറയാൻ കഴിയുമോ? സ്ത്രീയും പുരുഷനും ഒരേപോലെ ആണെങ്കിൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ സത്യത്തിൽ ഓരോന്നിനും വ്യത്യസ്ത പ്രകൃതമാണ്, വ്യത്യസ്ത ധർമ്മമാണ് എന്ന പ്രാപഞ്ചിക സത്യത്തോടുള്ള നിരാകരണമാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഫെമിനിസ്റ്റ് ലോജിക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഇസ്ലാം പുരുഷന്റെയും സ്ത്രീയുടെയും വ്യത്യസ്ത പ്രകൃതം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ദൗത്യങ്ങൾ അവർക്ക് അസൈൻ ചെയ്തു കൊടുക്കുന്നു. പ്രകൃതത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ നൽകുന്നതാണ് പ്രകൃതിപരം. അതുകൊണ്ട് ഇസ്ലാമാണ് പ്രകൃതിപരം, ഇവരുടേതാണ് പ്രകൃതി വിരുദ്ധം എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഹോമോഫോബിക് ആണ് ഇത്ര ഇസ്ലാം. ഇസ്ലാം ഒരു വ്യക്തിയെയും വെറുക്കാൻ പറയുന്നില്ല. ഹോമോഫോബിയ എന്ന വാക്ക് തന്നെ ഇസ്ലാമുമായി ബന്ധമില്ല. കാരണം ഇസ്ലാം തെറ്റിനെയാണ് തടയാൻ പറയുന്നു. കൈകൊണ്ട്, നാവ് കൊണ്ട്. കൈകൊണ്ട് എന്ന് പറയുമ്പോൾ തല്ലലും തലോടലുമാകാം, നാവ് കൊണ്ടെന്ന് പറയുമ്പോൾ ഉപദേശവും ശാസനയും സാന്ത്വനപ്പെടുത്തലുമാകാം. ഇത് രണ്ടിനും കഴിയാത്ത ആളാണോ എങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ തെറ്റിനെ വെറുക്കണം, തെറ്റുകാരനെ വെറുക്കരുത്. തെറ്റുകാരനോട് ഗുണകാംക്ഷയാണ് വേണ്ടത്, അവൻ ആ തെറ്റിൽ നിന്ന് തിരിച്ചു വന്നെങ്കിലോ എന്ന പ്രാർത്ഥനയാണ് വേണ്ടത്. തെറ്റുകാരനെ വെറുക്കാൻ പഠിപ്പിക്കുന്നില്ല. പിന്നെ ഇസ്ലാം ഹോമോഫോബിക് ആണെന്ന് പറയാനുള്ള മറ്റൊരു കാരണം, നിങ്ങൾ ഹോമോസെക്ഷുവാലിറ്റിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നുണ്ടല്ലോ. ഇസ്ലാമിൽ ഹോമോസെക്ഷുവാലിറ്റി മതപരമായി വിലക്കുള്ള കാര്യമാണ്. സ്വവർഗ ലൈംഗിക ബന്ധം ഹറാമാണ്, മദ്യപാനം ഹറാമാണ്, ലിവിങ് ടുഗദർ ഹറാമാണ്. കാരണം വിവാഹത്തിലൂടെ മാത്രമേ അനുവദിക്കപ്പെടൂ. അപ്പൊ ഇത് ലിവിങ് ടുഗദർ ഫോബിയാണ്, ഇത് മദ്യപാന ഫോബിയാണെന്ന് പറയോ? ഇസ്ലാം മദ്യത്തെ ഹറാമാണെന്ന് പറയുന്നു. അതിന്റെ പേരിൽ മറ്റു വിശ്വാസികൾ മദ്യം കഴിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തന്നെ മദ്യം കഴിക്കുമ്പോൾ അവരെന്താ ആത്മഹത്യ ചെയ്യുന്നുണ്ടോ? അവർക്ക് ട്രോമ വരുന്നുണ്ടോ? പലിശ ഹറാമാണ്, പലിശ കച്ചവടം നടത്തുന്ന ആൾക്കാരില്ലേ? അപ്പോൾ ഒരു കാര്യം മതപരമായി വിലക്കപ്പെട്ടതാണ് എന്നതിന്റെ പേരിൽ ഇപ്പൊ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടത് മറ്റൊരു മതത്തിൽ വിലക്കപ്പെട്ടതായിരിക്കാം. അപ്പൊ മറ്റു മതവിശ്വാസികൾ ഈ കാര്യം ഹറാമാണ് എന്ന് വിശ്വസിക്കുന്നതിന്റെ പേരിൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു കാര്യം മതപരമായി വിലക്കുള്ളതാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ വിഭാഗത്തോടുള്ള വെറുപ്പായി മാറുക? ഇനി ക്യാമ്പയിൻ്റെ കാര്യമാണെങ്കിൽ എപ്പോഴാണ് ഹോമോസെക്ഷുവാലിറ്റി തെറ്റാണ് എന്ന ക്യാമ്പയിൻ നമ്മൾ നടത്താൻ തുടങ്ങിയത്? ഇപ്പൊ ലിവിങ് ടുഗദറിനെതിരെ ക്യാമ്പയിൻ ഇവിടെ മുസ്ലിങ്ങൾ നടത്തുന്നില്ലല്ലോ. നടത്താൻ തുടങ്ങിയത് ഹോമോസെക്ഷുവാലിറ്റി നോർമലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ തലങ്ങളിലൂടെ, പാഠപുസ്തകങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ, പരസ്യങ്ങളിലൂടെ, എല്ലാ തലങ്ങളിലൂടെയും ക്യാമ്പയിൻ ഇവർ ആരംഭിച്ചപ്പോഴാണ് അതിനെതിരെ വിശ്വാസികൾക്ക് ക്യാമ്പയിൻ നടത്തേണ്ടി വന്നത്. ഇനി നാളെ ലിവിങ് ടുഗദർ ആണ് നല്ലത്, വിവാഹം മോശമാണെന്ന് പറഞ്ഞിട്ട് സർക്കാർ ഒരു പാഠഭാഗം ഇറക്കി കഴിഞ്ഞാലോ അതിനെതിരെ നമ്മൾ ക്യാമ്പയിൻ നടത്തും. മദ്യപാനം ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് പറഞ്ഞാലോ അതിനെതിരെ ക്യാമ്പയിൻ നടത്തും. കാരണം മതപരമായി വിലക്കുള്ള ഒരു കാര്യം വിലക്കുള്ളതാണ്, അത് മതപരമായി ഹറാമാണെന്ന് പറയാനുള്ള അവകാശം വിശ്വാസികൾക്ക് വേണം. രണ്ട്, മനുഷ്യർക്ക് ഇത് വളരെ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് ഈ തിന്മയിലേക്ക് അതിനോട് ആഭിമുഖ്യം ഇല്ലാത്തവരെ വരെ ആകർഷിക്കുന്നത് മതപരമായിട്ട് അംഗീകരിക്കാൻ കഴിയൂല. അപ്പോൾ മദ്യപാനത്തോട് താല്പര്യമില്ലാത്ത ആളുകളെ വരെ മദ്യപാനം ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ആകർഷിപ്പിക്കുന്നു. മതത്തിൽ ഹറാമായതുകൊണ്ട് ആ ഹറാമിലേക്ക് ആളുകൾ ആകർഷിപ്പിക്കുന്നതിനോട് എതിർക്കേണ്ടി വരും, അപ്പോൾ ക്യാമ്പയിൻ നടത്തേണ്ടി വരും. എന്നല്ലാതെ ഹോമോസെക്ഷലായിട്ടുള്ള ആളുകളോട് വ്യക്തിപരമായി ഇസ്ലാമിന് യാതൊരു വെറുപ്പില്ല. അപ്പോൾ ഹോമോഫോബിക് ആണ് എന്നുള്ള ആരോപണം വളരെ വ്യാജമായൊരു ആരോപണമാണ്. ഇനി അദ്ദേഹം അതിൽ പറയുന്ന വേറൊരു കാര്യമാണ്,
അടിമത്ത വിമോചനം, സ്ലേവറി. ഇസ്ലാം എങ്ങനെയാണ് അടിമത്തം എന്നൊരു സമ്പ്രദായമാണ്. അത് നാളെ തിരിച്ചു വന്നേക്കാം. തിരിച്ചു വന്നാൽ അപ്പോഴും ഇസ്ലാമിന് നിലനിൽക്കാൻ കഴിയും. ആ അടിമകൾ ഒരു മുസ്ലിം ഭരണകൂടത്തിന്റെ കീഴിലുള്ള, വിശ്വാസിയുടെ കീഴിലുള്ള അടിമകൾക്ക് മനോഹരമായി ജീവിക്കാൻ കഴിയും. പിന്നെ അടിമത്തം എന്നതിനെ ഇസ്ലാം ഒരു ലക്ഷണമായിട്ടാണ് കണ്ടത്. അതിൻ്റെ അടിസ്ഥാന പ്രശ്നം മനുഷ്യന്റെ മനസ്സിലുള്ള ഏറ്റവ്യത്യാസമാണ്. അതിന് ചികിത്സിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അതോടൊപ്പം കൂടുതൽ അടിമകൾ ഉണ്ടാകുന്ന വാതിലുകൾ അടയ്ക്കുന്നു ഇസ്ലാം. തട്ടിക്കൊണ്ടൊന്നും അടിമയാക്കാൻ പറ്റൂല, അതുപോലെ സ്വയം വിറ്റടിമയാക്കാൻ പറ്റൂല, മക്കളെ വിറ്റടിമയാക്കാൻ പറ്റൂല, കടം വീട്ടാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അടിമയാക്കാൻ പറ്റൂല. എല്ലാ സാധ്യതകളെയും അടയ്ക്കുന്നു. അടിമ സ്വതന്ത്രമാകാനുള്ള വാതിലുകൾ തുറക്കുന്നു, ഡ്രെയിനേജുകൾ ഓപ്പൺ ആക്കുന്നു. നിങ്ങളൊരു തെറ്റ് ചെയ്താൽ അടിമയെ മോചിപ്പിക്കുക, ഏറ്റവും വലിയ പ്രതിഫലം അടിമയെ മോചിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഒരു അടിമയെ അവർ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിവുണ്ടെന്ന് ബോധ്യമായാൽ അവരെ മോചിപ്പിക്കുക. ഇൻ അലിംതും ഫീഹിം ഖൈറാ ഫകാതിബൂഹുന്ന, അവർക്ക് മോചനപത്രം എഴുതി കൊടുക്കുക. എന്നിട്ട് അവർ പണം സമ്പാദിച്ചു കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ അവർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുക്കും, അവർ മോചിതരാകും. അപ്പോൾ ഡ്രെയിനേജ് തുറക്കുന്നു, ഡോറുകൾ അടയ്ക്കുന്നു. ഒരു വഴി മാത്രം അടയ്ക്കാതിരുന്നു. എന്ത്? ഭാവിയിൽ ഒരു യുദ്ധമുണ്ടായാൽ ആ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന ശത്രു രാജ്യത്തെ ഭടന്മാരെ നിങ്ങൾ പിടിച്ചു വെച്ചാൽ 5 ഓപ്ഷൻ. നിങ്ങൾക്ക് ഒന്നുകിൽ അവരെ ശിക്ഷിക്കാം, ഒന്നുകിൽ അവരെ ജയിലിലടയ്ക്കാം, അല്ലെങ്കിൽ അവരെ അടിമയാക്കാം, അല്ലെങ്കിൽ പണം വാങ്ങി അവരെ വെറുതെ വിടാം, അല്ലെങ്കിൽ അപ്പുറത്തുള്ള നമ്മുടെ ഭടന്മാർക്ക് പകരം എക്സ്ചേഞ്ച് ചെയ്യാം. ഇത് ലോകത്തെ എല്ലാ ഗവൺമെന്റും ചെയ്യുന്നതാണ്. എക്സ്ചേഞ്ച് എല്ലാവരും ചെയ്യുന്നുണ്ട്. നെഗോഷിയേഷൻസ് നടത്തി ഞങ്ങൾക്ക് ഇത്ര ഞങ്ങളുടെ അതിർത്തി ഇത്ര വിശാലപ്പെടുത്തിയാൽ, അതിന് സമ്മതിച്ചാൽ നിങ്ങളുടെ ഇത്ര യുദ്ധബന്ദികളെ തിരിച്ചു നൽകാം. നെഗോഷിയേഷൻ എല്ലാവരും നടത്തുന്നുണ്ട്. ജയിലിൽ ഇടുന്നുണ്ട്, എല്ലാവരും ഇടുന്നുണ്ട്, അടിമയാക്കുന്നുണ്ട്. ഇതിലേതാണോ പ്രായോഗികം എന്നത് ആ നാട്ടിലെ ഇസ്ലാമിക ഭരണകൂടം തീരുമാനിക്കണം. ഇപ്പൊ ജയില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രായോഗികമല്ല. കാരണം എന്താ? അവരുടെ വീട് തന്നെ സുരക്ഷിതമല്ല. അപ്പൊ പിന്നെ ഇത്തരം ആളുകൾ ഒരുമിച്ച് കൂട്ടി സുരക്ഷിതമായി പാർപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലേ. ഇവർക്ക് തന്നെ ഭക്ഷണമില്ല. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഗവൺമെന്റിന് കഴിയൂല. മാത്രമല്ല, ഇവർ സംഘടിച്ചാൽ ഇനിയും യുദ്ധത്തിന് സാധ്യത ഉണ്ട്. അപ്പോൾ അന്നത്തെ പ്രായോഗിക എന്താ? ഓരോരുത്തരെയും ഓരോരോ ആളുകൾക്ക് അവരുടെ മേൽനോട്ടം ചുമതലപ്പെടുത്തി. ഗവൺമെന്റിന് ബാധ്യതയില്ല. അപ്പോൾ ഒരടിമയെ ഒരാൾക്ക് നോക്കിയാൽ മതി, ഒരാൾക്ക് നോക്കിയാൽ മതി. അതിനോട് ഏറ്റവും നന്നായി പെരുമാറണം. അങ്ങനെ ഇവർ ഇസ്ലാമിന്റെ മഹത്വം ഉൾക്കൊണ്ട് അവർ ഇസ്ലാമിലേക്ക് വരുന്നു. അവർ ഇത് ഉടമ അടിമയെ മോചിപ്പിച്ചിട്ടും വിട്ടുപോകാതെ മൗല സമ്പ്രദായം അവരുടെ കൂടെ തന്നെ നിൽക്കും. സാലിം മൗല അബി ഹുദൈഫ അടിമയായിരുന്നു, മോചിപ്പിച്ചു. പക്ഷേ അനന്തര സ്വത്ത് വരെ ഇവർക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ കർമ്മശാസ്ത്രം ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരം ആളുകളിൽ നിന്ന് പണ്ഡിതനുണ്ടായി വരുന്നു. സാലിം റളിയല്ലാഹു വലിയ പണ്ഡിതനാണ്. ഇത്തരം ആളുകളിൽ നിന്ന് രാജാക്കന്മാരുണ്ടായി വരുന്നു. അങ്ങനെ അടിമത്തം എന്ന സമ്പ്രദായത്തെ ഏറ്റവും ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ഇവർ ഉദ്ദേശിക്കുന്നത് എബ്രഹാം ലിങ്കൻ ചെയ്തതുപോലെ ഒറ്റ സുപ്രഭാതത്തിൽ അടിമത്തം നിരോധിച്ചിരിക്കുന്നു എന്ന് പറയലാണ്. അതുകൊണ്ട് 5 ലക്ഷം അടിമകൾക്ക് അമേരിക്കയിൽ ജീവൻ നഷ്ടപ്പെട്ടു. ലോകം പരിചയമില്ലാത്ത, എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് അറിയാത്ത ആളുകളെ മോചിപ്പിക്കൽ അവരോട് ചെയ്യുന്ന ക്രൂരതയാണ്. അവരൊപ്പം നിർത്തണം. അടിമയെ എന്ന് വിളിക്കരുത്, എന്നെ ഉടമയെന്ന് വിളിപ്പിക്കരുത്. അവരെ പരസ്പരം യുവാക്കളെ എന്ന് വിളിക്കണം, ചെറുപ്പക്കാരെ എന്ന് വിളിക്കണം. നിങ്ങൾ ഉണ്ണുന്നതിൽ നിന്ന് അവരെ ഊട്ടണം, നിങ്ങൾ ഉടുക്കുന്നതിൽ നിന്ന് അവരെ ഉടുപ്പിക്കണം. അവരോട് മാന്യമായി പെരുമാറണം, അവരെ ആക്രമിക്കരുത്. നിങ്ങൾ അവരെ ഉപദ്രവിച്ചാൽ ഭരണാധികാരിക്ക് അവരെ മോചനം ചെയ്യാനുള്ള വകുപ്പുണ്ട്. അങ്ങനെ മാന്യമായി പെരുമാറണം. അവർക്ക് സമൂഹത്തിൽ ഇടപെടാൻ അവസരം കൊടുക്കണം, അവർക്ക് സമൂഹത്തിൽ സ്ഥാനം കൊടുക്കണം. അങ്ങനെ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന ഒരു ധൈര്യം വരും. ഇനി അവരെ മോചിപ്പിച്ചാലും ഗുണകരമേ ആകൂ, അവർക്ക് പ്രയാസമില്ലെന്ന അവസ്ഥ വരും. ആ അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫകാതിബൂഹുന്ന, നിങ്ങൾ അവർക്ക് മോചനപത്രം എഴുതണം. ഇൻ അലിംതും ഫീഹിം ഖൈറ, ഖുർആൻ പറയാണ്. അത് മോചിപ്പിച്ചാൽ അവർക്ക് ഗുണകരമാകും എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ അവർക്ക് മോചനപത്രം എഴുതി കൊടുക്കണം. ഇങ്ങനെ വളരെ വിശാലമായി ഇസ്ലാം വളരെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്ത ഒന്നാണ് അടിമത്ത വിമോചനം എന്ന് പറയുന്നത്. അതിനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇദ്ദേഹം ഒരു പുകമറിട്ടിട്ട് പോവുകയാണ്. നമുക്ക് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഒരുപാട് സമയമായി. മറ്റു ആരോപണങ്ങളുടെ അവസ്ഥയും ഇതുതന്നെയാണ്. അദ്ദേഹം UDHR കുറിച്ച് പറയുന്നു, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. സത്യത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ വെച്ച് നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ മല്ലേ അതിൻ്റെ അടിസ്ഥാനം. മനുഷ്യന് ഈ സ്ഥലം പോലെ, ഈ ദിവസം പോലെ, ഈ മാസം പോലെ നിങ്ങളുടെ സ്വത്തും ജീവനും അഭിമാനവും വിലപ്പെട്ടതാണ് എന്ന് ഇസ്ലാമിന്റെ പ്രഖ്യാപനമല്ലേ മനുഷ്യാവകാശ പ്രഖ്യാപനം. അതുകൊണ്ടാണ് വ്യഭിചാരാരോപണം വൻ പാപമാണ്. 80 അടി ലഭിക്കുന്ന ശിക്ഷാർഹമായ കുറ്റമാണ്. ഒരു സ്ത്രീ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രയാസം എന്താ? വെർബൽ അബ്യൂസസ് അല്ലേ, ടെക്സ്റ്റൽ അബ്യൂസസ്. ഇതിനെതിരെ ഈ അഭിമാനത്തെ ഇസ്ലാം വളരെയധികം വില കൽപ്പിക്കുന്നു. ഇതല്ലേ മനുഷ്യാവകാശമാകേണ്ടത്. ഇനി ഹ്യൂമൻ റൈറ്റ്സിന്റെ പേരിൽ ഇവിടെ പുരുഷാവകാശം നടപ്പിലാക്കിയല്ലോ ചില എന്താ പറയുക, ഇപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങളും കുട്ടികൾക്ക് മാതാപിതാക്കളോടൊപ്പം ജീവിക്കാനുള്ള അവകാശമൊന്നും ഇതിന്റെ പരിഗണനയിൽ വരൂല.
വൃദ്ധരുടെ അവകാശങ്ങളൊന്നും വരില്ല. ഈ കോർപ്പറേറ്റ് ലോകത്ത് കച്ചവട വാങ്ങലുകാരനായും വിൽപ്പനക്കാരനായും സേവനം ചെയ്യുന്ന അഡൽട്ടിന്റെ റൈറ്റ്സ് മാത്രമാണ് സത്യത്തിൽ ഇത്. അപ്പം അങ്ങനെ ഒരു മനുഷ്യാവകാശം വന്നപ്പോൾ മതപരമായി അതിനെ ഉൾക്കൊള്ളാവുന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കിക്കൊണ്ട് കെയ്റോ ഡിക്ലറേഷൻ അവതരിപ്പിച്ചതിന് ഇദ്ദേഹം പാരഡിയാണെന്ന് പറയുന്നു. ഇതേ ഇദ്ദേഹമാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിന്റെ പാരഡി തുടക്കത്തിലുണ്ടാക്കി വിശ്വാസികളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു അവകാശവാദം ഉന്നയിക്കാൻ പോലും ധാർമ്മികമായി എന്ത് ബാധ്യതയാണ്, എന്ത് അധികാരമാണ്, എന്ത് അവകാശമാണ് ഇയാൾക്കുള്ളത്. വേറൊരു കാര്യം അദ്ദേഹം പറയുന്നത്, പഠനാവശ്യത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് ബോഡി കൊടുക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത്. ഒന്നാമത്തേത് സത്യമാണ്. വിശ്വാസിക്ക് ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് മരിച്ചു കഴിഞ്ഞാലും അവന്റെ ശരീരം. അത് മനുഷ്യനാണ്, അള്ളാഹുവിന്റെ ആദരവിന് അർഹനായവനാണ്. അത് വെട്ടിക്കേറി പരിക്കേൽപ്പിക്കരുത്. പോസ്റ്റ്മോർട്ടം തന്നെ അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ ചെയ്യരുത് എന്നതാണ് മതകൽപ്പന. കാരണം അത് ശരീരത്തോടുള്ള ഒരു ബഹുമാനത്തിന്റെ ഭാഗമാണ്. എന്നാൽ അത്യാവശ്യമായി കഴിഞ്ഞാലോ പിന്നെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ കഴിയൂല. എന്നതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ ഏതും അലൗഡാണ്. ഇനി രണ്ട്, നിലവിൽ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നു എന്ന് വിചാരിക്കും. ഡോക്ടറായിട്ടുള്ള ആളുകൾക്ക് പഠിക്കാൻ ബോഡികളില്ല. എന്ത് ചെയ്യണം? ടെക്നോളജി വർദ്ധിച്ചു. കൃത്രിമമായി മനുഷ്യ ശരീരം ഉണ്ടാക്കിയത് പരിഹരിക്കാൻ കഴിയും. ഒരു ഇസ്ലാമിക ഗവൺമെന്റ് അതിനുവേണ്ടി ഫണ്ട് ചെയ്യും, അതിനുവേണ്ടി റിസർച്ച് ചെയ്യും. എന്നിട്ട് കൃത്രിമമായി മനുഷ്യ ശരീരം ഉണ്ടാക്കി അത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നൽകും. അല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരം തന്നെ അതിനാവശ്യമാണ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്വയം നൽകുന്ന ഇവരുടെ വാദപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ഒരാൾ ദാനം ചെയ്താൽ പിന്നെ അതിനെ വെട്ടിക്കീറുന്നതിൽ ധാർമ്മികമായിട്ട് പ്രശ്നമില്ല എന്നുള്ളതാണ് ഇവരുടെ തിയറി. അപ്പോഴും ഇയാൾക്ക് അറിയില്ല ഈ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അത് വേദന ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, എല്ലാം അവസാനിച്ചു എന്ന ഒരു വിശ്വാസം സ്വീകരിക്കുമ്പോഴാണ് ഇത് ഇയാൾ നൽകുക. ആ വിശ്വാസം തെറ്റാണെങ്കിലോ, മരിച്ചു കഴിയുമ്പോഴും അയാൾക്ക് വേദന ഉണ്ടാകുന്നുണ്ടെങ്കിലോ, എങ്കിൽ പിന്നെ അത് അയാളോട് ചെയ്യുന്ന ക്രൂരതയാണ്. ഏതാകട്ടെ, മരിച്ചു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്ന് ഇവരുടെ വിശ്വാസം തന്നെ എടുക്കാം. സ്വന്തം ഇഷ്ടപ്രകാരം ദാനം ചെയ്തതല്ലാതെ ഒരുപാട് ആളുകൾ സ്വീകരിക്കാനില്ലാത്ത ശവശരീരങ്ങളെയും ഇങ്ങനെ ഉപയോഗിക്കുന്നില്ലേ? ഇത് സമ്മതം വാങ്ങിയിട്ടാണോ? അപ്പൊ എന്താണ് അവിടെ? ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു. അവിടെ പരസ്പര സമ്മതമൊന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമൊന്നും വ്യക്തി അവകാശമൊന്നും പ്രധാനമല്ല എന്ന് കരുതുന്നില്ലേ? ഇങ്ങനെ സമൂഹ നന്മയ്ക്ക് വേണ്ടി ചില വ്യക്തി അവകാശങ്ങൾ ത്യജിക്കണം എന്നതാണല്ലോ ഇസ്ലാമിക നിയമം, ഇസ്ലാമിക തത്വം. അതിനെന്തുകൊണ്ട് ഇവർ എതിർക്കുന്നു? ഈ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് എന്നത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. ഇവിടെ വിശ്വാസികൾക്ക് യാതൊരു പ്രശ്നമില്ല. ഡോക്ടർമാർക്ക് പഠിക്കാൻ, സർജറി ചെയ്ത് പഠിക്കാൻ, മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കാൻ ബോഡി ആവശ്യമുണ്ട്. കൃത്രിമമായി അത് നിർമ്മിക്കാൻ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അതിന്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരു ഇസ്ലാമിക് ഗവൺമെന്റ് അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങളൊന്നും ഇസ്ലാമിനെ പ്രതികൂട്ടിലാക്കാൻ യാതൊരു നിവൃത്തിയുമില്ല എന്ന് പറയട്ടെ. അതുപോലെ സ്ക്രിപ്ചറൽ റീസൺസ് എന്ന് പറയുന്നു. നമ്മൾ 2-3 തവണ പറഞ്ഞു, ഹൃദയം കൊണ്ട് ചിന്തിക്കുക. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ തപ്പഴം നിങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന വിഷം തീണ്ടില്ല എന്നൊക്കെ പറഞ്ഞ കരിഞ്ചീരകത്തിന്റെ കഥ മതം പഠിപ്പിക്കുന്നു. തെറ്റാണെന്ന് നമുക്കറിയാം. ആഴക്കടൽ സിദ്ധാന്തം നിങ്ങൾക്കറിയാം എത്രമാത്രം ഉണ്ടായിരുന്നുള്ളത്. ഇനി നക്ഷത്രം പെറുക്കി എറിയുന്ന ഏറ്, ഷൂട്ടിംഗ് സ്റ്റാർസിനെ കുറിച്ച് പറയുമ്പോൾ അത് അവസാനത്തെ ആകാശം പൊട്ടിച്ച് വെച്ച സാധനം എടുത്ത് പറിച്ച് എറിയുന്നതാണെന്ന് മതം പഠിക്കുന്നു. തെറ്റാണെന്ന് നമുക്കറിയാം. ഇടിമിന്നൽ എങ്ങനെ ഉണ്ടാകുന്നു? മലക്കുകൾ തെളിച്ചുകൊണ്ട് പോകുമ്പോൾ തീ കൊണ്ടുള്ള ചാട്ടവാറുകൊണ്ട് അടിക്കുമ്പോഴാണെന്ന് വെച്ചാൽ അങ്ങനെ പല പല സാധനങ്ങൾ എംബ്രിയോളജി നമ്മൾ കണ്ടു എങ്ങനെയാണ് അത് പൊളിച്ചടിക്കിയിട്ടുള്ളത് എന്നുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ഇസ്ലാമിക ലോകത്ത് തന്നെയുള്ള ചില അപ്പോളജറ്റിക്സ് നമ്മൾ മുന്നോട്ട് വെക്കുന്നു. ഹംസ സോഴ്സസിനെ പോലുള്ള ആളുകൾ പറയുന്നു ഈ സയന്റിഫിക് മിറാക്കിൾസ് എന്ന് പറയുന്ന വാദം ഇറ്റ് ഹാസ് ബിക്കം ആൻ ഇന്റലക്ച്വൽ എംബാരസ്മെന്റ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സത്യസന്ധരായ ഇസ്ലാമിക പ്രബോധകർ അതുവരെ ഏറ്റു പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇസ്ലാം ശാസ്ത്രവിരുദ്ധമാണെന്ന് പറയാൻ വേണ്ടി അദ്ദേഹം 1 മിനിറ്റിന്റെ ഉള്ളിൽ ഒരുപാട് ആരോപണങ്ങൾ, 1 മിനിറ്റ് പോലുമില്ല, അര മിനിറ്റിന്റെ ഉള്ളിൽ അദ്ദേഹം പറയാണ് ഇസ്ലാം ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നു എന്ന് പറയുന്നു. ഇസ്ലാം സത്യത്തിൽ ഇപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് ഹൃദയവും അതിന്റെ ബ്രെയിനും തമ്മിലുള്ള സാമ്യത, ബ്രെയിൻ കൊണ്ട് മാത്രമാണ് ചിന്തിക്കുന്നത് എന്നതിന് ഇന്നുവരെ ഒരു സ്റ്റഡി ഇല്ല. ചിന്ത നടക്കുന്നത് പൂർണ്ണമായും ബ്രെയിനിലാണെന്നതിന് യാതൊരു സ്റ്റഡിയും ഇല്ല. ഓക്കെ, ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതിനെ പരിഹസിക്കുന്നത്. ഇനി 2, കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് തെറ്റാണോ? അല്ല, സത്യത്തിൽ കാഴ്ച നടക്കുന്നതോ ബ്രെയിനിലല്ലേ? അപ്പോൾ ബ്രെയിൻ കൊണ്ടാണ് കാണുന്നത് എന്നതാണ് സയൻസ്. കണ്ണ് പ്രകാശത്തെ കടത്തിവിടുന്ന ഒരു അവയവമാണ്. പക്ഷെ കണ്ണുകൊണ്ട് കാണുന്നത് ശരിയാണ്. കാരണം കണ്ണിലൂടെ കാഴ്ചയുടെ ഇൻപുട്ട് പോകുന്നു, കാതുകൊണ്ടല്ല കേൾക്കുന്നത്, ബ്രെയിനിലാണ് കേൾക്കുന്നത്. പക്ഷെ കാതിലൂടെ കേൾവിയുടെ ഇൻപുട്ടായ ശബ്ദം പോകുന്നു. എങ്കിൽ ബ്രെയിനിലാണ് ചിന്ത നടക്കുന്നത് എന്ന ഇതുവരെ പൂർണ്ണമായി തെളിയിക്കാത്ത നമ്മുടെയൊക്കെ വിശ്വാസവും ഇവരുടെയൊക്കെ വാദവും ശരിയാണെങ്കിൽ തന്നെ ഹൃദയത്തിൽ നിന്ന് അതിലേക്കുള്ള ഇൻപുട്ട് പോകുന്നില്ല എന്നെങ്ങനെ മനസ്സിലാവുക? അപ്പോൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ അത് ടെസ്റ്റിമോണിയാണ്. ഹൃദയത്തെയും മനുഷ്യനെയും ചിന്തയെയും സംവിധാനിച്ച അള്ളാഹു പറയുകയാണ്. എങ്കിൽ ഈ ചിന്തയുടെ ഇൻപുട്ട് നൽകുന്നതിന് ഹൃദയം അതിന് ഒരു പങ്കുണ്ട് എന്ന് വരും. തീർച്ചയായും വരും. അപ്പൊ അതിനെങ്ങനെയാണ് അശാസ്ത്രീയം എന്ന് പറയുക? അതിന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കണ്ടേ? ഹൃദയത്തിന് പങ്കില്ലെന്ന് തെളിയിക്കണ്ടേ?
പങ്കില്ലെന്നല്ലെങ്കിലും പൂർണ്ണമായും ബ്രെയിനിൽ മാത്രമാണ്, പുറത്തുനിന്ന് യാതൊരു ഇൻപുട്ടിൻ്റെയും ആവശ്യമില്ലാതെ ബ്രെയിനിൽ മാത്രമാണ് ചിന്ത നടക്കുന്നതിന് 2022 ഒരു പേപ്പർ പബ്ലിഷ് ചെയ്ത് കാണിക്കണ്ടേ? അതൊന്നും ഇല്ലാതെ ആളുകൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഈ ഒരു പരിപാടിയുടെ എപ്പോഴും ചെയ്യാം. ഇനി കരിഞ്ജീരകത്തിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയും ഷിഫായിനെ കുറിച്ച്, രോഗശമനത്തെക്കുറിച്ച് ഇവിടെ പരിഹസിക്കുന്നു. ഒന്നാമത്തേത്, ഞങ്ങൾ സംസമിൽ വരെ ശമനമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പച്ച വെള്ളമാണ് സംസം, ആ വെള്ളത്തിൽ വരെ രോഗശമനമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയിൽ രോഗശമനമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പശ്ചാത്താപത്തിൽ അള്ളാഹുവെ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ രോഗശമനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രം. ഇതൊക്കെ പ്രാർത്ഥനയാകട്ടെ മരുന്നാകട്ടെ എല്ലാം കാരണങ്ങൾ മാത്രമാണ്. കാരണങ്ങൾക്ക് കാര്യം നടത്താൻ കഴിവില്ല. കാരണങ്ങളെ നാം ഉപയോഗിക്കുമ്പോൾ കാര്യം നടത്തുന്നത് അള്ളാഹു ആണ്. മുസബ്ബിബുൽ അസ്ബാബ് അവനാണ്. കാരണങ്ങളെ കാരണങ്ങളാക്കുന്നത് തന്നെ അവനാണ്. അപ്പോൾ അള്ളാഹുവെ അസുഖം മാറ്റണേ എന്ന് ദുആ ചെയ്താൽ അസുഖം മാറുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഭൗതികമായ കാര്യകാരണ ഭൗതികമായ ഒരു ബന്ധം അവിടെ ഇല്ലല്ലോ. പക്ഷെ ഇതിൽ വിശ്വസിക്കുന്നവരാണ്. എങ്കിൽ പിന്നെ കരിഞ്ജീരകം കഴിച്ചാൽ അത് നിങ്ങളൊരു കാരണമായിട്ടെടുത്താൽ അസുഖം മാറ്റാൻ കഴിവുള്ള ഞാൻ നിങ്ങളുടെ അസുഖം മാറ്റും എന്ന് വിശ്വസിക്കുന്നതിൽ എന്താണ് ശാസ്ത്രീയത ഉള്ളത്? എന്താണ് ശാസ്ത്രീയത ഉള്ളത്? ഇനി ഭൗതികമായിട്ട് തന്നെ നമ്മൾ ഇതിനെടുക്കുക. ഭൗതികമായി സംസമാകട്ടെ, ഈത്തപ്പഴമാകട്ടെ, കരിഞ്ജീരകമാകട്ടെ, ഇതിന് രോഗശമനം ഉണ്ട് എന്ന് പറഞ്ഞത് ഭൗതികമായിട്ടാണെങ്കിൽ തന്നെ എല്ലാ രോഗം അതുകൊണ്ട് മാറുന്നു വരുമോ? പാരസെറ്റാമോളിൽ രോഗശമനം ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പാരസെറ്റാമോൾ കഴിച്ചാലും പനി മാറണമെന്നുണ്ടോ? അപ്പൊ രോഗശമനം ഒരു കാര്യത്തിലുണ്ട്, ശമനശേഷി ഒരു വസ്തുവിനുണ്ട് എന്നതിൽ നിന്നും രോഗം എപ്പോഴും മാറുമെന്നോ എല്ലാവരുടെയും മാറുമെന്നോ അർത്ഥമില്ല. അത് മെഡിസിനെ കുറിച്ച് അറിയുന്ന ബേസിക് ഒരു കാര്യമാണ്. മരുന്ന് കഴിച്ചാൽ രോഗം മാറണം എന്ന് നിർബന്ധമില്ല. രോഗം മാറിയേക്കാം എന്നേ ഉള്ളൂ. ഇനി മരുന്ന് എങ്ങനെ കഴിക്കണം? കരിഞ്ജീരകം അത് എങ്ങനെ കഴിക്കണം? ചിലപ്പോൾ അത് മണക്കലാകാം, ചിലപ്പോൾ അത് ചൂടാക്കിയിട്ട് തേക്കലാകാം, ചിലപ്പോൾ അത് വെള്ളം തിളപ്പിച്ച് കുടിക്കലാകാം, ചിലപ്പോൾ അത് കടിച്ചു പൊട്ടിച്ച് കഴിക്കലാകാം. അപ്പോൾ എങ്ങനെയാണ് മരുന്ന് ഉപയോഗിക്കേണ്ടത് എന്ന് വൈദ്യരാണ് പറഞ്ഞു തരേണ്ടത്. അല്ല അത് എല്ലാ അസുഖത്തിനും കരിഞ്ജീരകം കഴിച്ചുകൊണ്ടിരിക്കൽ തന്നെയാണോ? അങ്ങനെയല്ലല്ലോ. അപ്പൊ ഇത്തരം വിശാല സാധ്യതകളുള്ള ഒരു വിഷയത്തെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ആരോപണമായി ഇസ്ലാം അശാസ്ത്രീയമാണെന്ന് പറയാൻ വേണ്ടി ഉന്നയിക്കുന്ന സത്യസന്ധതയില്ലായ്മയുടെ പേരാണ് നമ്മൾ ഈ സംവാദത്തിന്റെ എതിർ സംവാദകനിലൂടെ മനസ്സിലാക്കുന്നത്. ഇന്ന് ലോകത്ത് കാണുന്ന മിക്ക മതങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു അസുഖമാണ്. ആ അസുഖം എന്ന് പറയുന്നത് അപസ്മാര രോഗമാണ്, ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. അതായത് പല പ്രവാചകന്മാർക്കും പല എഴുത്തുകാർക്കും പല കവിത എഴുതുന്ന ആളുകൾക്ക് കഥാകാരന്മാർക്കും ദസ്തയേവ്സ്കിയെ പോലെയുള്ള ആളുകളെല്ലാം ഇതുപോലെ അപസ്മാര രോഗികളായിരുന്നു. അതുണ്ടാകുന്ന സമയത്ത് ടെമ്പറൽ ലോബ് എന്ന് പറയുന്ന ബ്രെയിനിന്റെ സെന്ററിൽ നിന്നും ഉണ്ടാകുന്ന അനാവശ്യമായിട്ടുണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് അത് ബ്രെയിനിലേക്ക് വ്യാപിക്കുകയും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇമാജിനറി വിഷൻസ്, ഓഡിറ്ററി ഹാലുസിനേഷൻസ് ഇതുപോലുള്ള സാധനങ്ങൾ അവർ പിന്നീട് പേപ്പർ എഴുതി വെക്കുന്നു. നിർഭാഗ്യവശാൽ ചിലതൊക്കെ കഥകളായിട്ടും ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറയുന്ന ചില പുസ്തകങ്ങളായിട്ട് നമുക്ക് കിട്ടി. പക്ഷേ നിർഭാഗ്യവശാൽ ചിലത് ഇതുപോലെ മത കിതാബുകളായിട്ടാണ് നമുക്ക് കിട്ടിയത്. അതിന്റെ ദുരന്തമാണ് നമ്മൾ ഇതുപോലെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അപസ്മാരം വന്നതാണ്, മാനസിക വിഭ്രാന്തി വന്നതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിൽ തോന്നിയത്. അന്നൊരു ഡോക്ടറെ കാണിച്ചതൊന്നും തോന്നില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. വളരെ പരിഹാസ ചുവയോടെയാണ് ഒരുപാട് വിശ്വാസികൾ ആദരവോടെ കാണുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഒരുപാട് ലോകം കണ്ട പ്രഗൽഭർ പുകഴ്ത്തിയ പ്രവാചകനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിയവരെല്ലാം അഡ്രസ് ഉള്ളവരായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തിയവർക്കാകട്ടെ അഡ്രസ് ലഭിച്ചത് ഇകഴ്ത്തിയതിന്റെ പേരിൽ മാത്രമാണ്. നബി തങ്ങളെ പുകഴ്ത്തിയവർ ആരൊക്കെ? ഞാൻ ആ പേരുകൾ ഉദ്ധരിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോകം കണ്ട എല്ലാ മഹാന്മാരും ഈ മഹത്വത്തെ തിരിച്ചറിഞ്ഞവരാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ആരോപണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അപസ്മാരം വന്നപ്പോൾ സ്വയം തോന്നുകയാണ് ഹൃദയമൊക്കെ തുറന്ന് ആരോ അങ്ങനെ മാറ്റി എന്നുള്ളത്. തെറ്റന്നല്ലേ? കാരണം എന്തുകൊണ്ട്? 4-ാം വയസ്സിൽ ആദ്യ തവണ ഇങ്ങനെ ഹൃദയം പുറത്തെടുത്ത മലക്കുകൾ വൃത്തിയാക്കി എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടല്ല മറ്റുള്ളവർ അറിയുന്നത്. മറിച്ച് കൂടെ ആടുമേക്കാൻ വന്ന ലംറത്ത് എന്ന കളിക്കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് ലോകം അത് അറിയുന്നത്. അപ്പൊ ഈ കളിക്കൂട്ടുകാരൻ അപസ്മാരം വന്നതാണോ? അപ്പൊ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം വേണ്ട, ചിന്തിച്ചുകൂടെ ഒരു കാര്യം ഉന്നയിക്കുമ്പോ. ഇനി പോട്ടെ, അതൊരു അബദ്ധം പറ്റിയതേക്കാം. ഇനി ഇത് വിഭ്രാന്തിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ പ്രവാചകനാണ് എന്ന് വാദിക്കുന്നത് മനഃപൂർവ്വം വാദിക്കണമല്ല. നബിക്ക് ഇങ്ങോട്ട് തോന്നുകയാണ് ഞാൻ പ്രവാചകൻ തന്നെയാണെന്ന്, അതങ്ങോട്ട് പറയാണ്. സത്യത്തിൽ ഈ തോന്നൽ തെറ്റാണെന്നാണ് ഈ വാദത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ഇത്ര കാലം പറഞ്ഞതോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകത്വം വാദിച്ചത്, അല്ലെങ്കിലോ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകത്വം വാദിച്ചത്. മറ്റൊരു ആരോപണം, യുദ്ധം ചെയ്ത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പ്രവാചകത്വം വാദിച്ചതായിരുന്നു. പിന്നെയോ പിന്നുള്ളൊരു ആരോപണം എന്താ? ഖുർആനൊന്നും സ്വയം എഴുതിയതാക്കിയതല്ല, മറിച്ച് മറ്റുള്ള വേദങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതും മറ്റു വേദപണ്ഡിതരിൽ നിന്നും മനസ്സിലാക്കിയതും ഒക്കെയാണ് എന്നുള്ളത്. അപ്പൊ ഇത്ര കാലം പറഞ്ഞത് പ്രവാചകത്വം മനഃപൂർവ്വം വാദിച്ചു എന്നുള്ളതാണ്. അതിനുവേണ്ടി കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതൊന്നും വിലപ്പോവില്ല എന്ന് മനസ്സിലായി. നമ്മുടെ മറുപടികൾ കേട്ടപ്പോൾ അവർക്ക് അങ്ങനെ മനസ്സിലാക്കൽ നിർബന്ധിതരായി. ഇനി
കല്യാണം കഴിക്കാൻ വേണ്ടി ബാധിച്ചാന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ സത്യാവസ്ഥ നമ്മളിവിടെ ബോധ്യപ്പെടുത്തി. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയാൻ പറ്റില്ല, സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി. അപ്പൊ അടുത്ത ആരോപണം കള്ളപ്രവാചകത്വം ബാധിച്ചതാന്നുള്ള ആരോപണം ഇനി ഏൽക്കൂല. ഇനി നമുക്ക് എന്ത് പറയാം, മനസ്സിലങ്ങോട്ട് തോന്നുകയാണ്. ആ തോന്നലിനനുസരിച്ച് അങ്ങോട്ട് പറയും. ചില ആൾക്കാർക്ക് വെളിച്ചപ്പാടിന്റെ അങ്ങനെ പറയുമല്ലോ, ദൈവം ഉള്ളിൽ ഇറങ്ങി എന്നൊക്കെ തോന്നുമല്ലോ. അതൊക്കെ മനസ്സിൽ തോന്നുകയാണ്. ആ തോന്നലനുസരിച്ച് അവര് സത്യസന്ധമായി പറയാണ്, പക്ഷെ തോന്നൽ വ്യാജമാണ്. ആ ആരോപണമാണ് ഇപ്പൊ ഇറക്കുന്നത്. അപ്പൊ ഈ ആരോപണം ഇത്ര കാലം അവർ നടത്തിയ കള്ളപ്രവാചകത്വം ബാധിച്ചു എന്ന ആരോപണത്തെ ഖണ്ഡിക്കുന്നതാണ് എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ നമുക്ക് ഇതിനെ സ്വാഗതം ചെയ്യാം. ഇനി രണ്ടോ, എങ്ങനെ ഒരു വിഭ്രാന്തി ബാധിതനിൽ നിന്നുണ്ടാകേണ്ട എന്തെങ്കിലും അടയാളം പ്രവാചകനിൽ നിന്നുണ്ടാകണ്ടേ? അതുണ്ടായിട്ടില്ല, അത് വിരുദ്ധരിക്കണമില്ലല്ലോ. ഇനി ഒരു വിഭ്രാന്തി ബാധിതനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പറ്റാത്തതോ ഈ പ്രവാചകനിൽ നിന്നുണ്ടാകുന്നു. നടത്തുന്ന പ്രവചനങ്ങൾ പുലർന്നുകൊണ്ടേയിരിക്കുന്നു. 23 വർഷം കൊണ്ട് ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നു. 23 വർഷം കൊണ്ട് ലോകത്തെ മുഴുവൻ സംസ്കാരങ്ങളെയും ഇത് സ്വാധീനിക്കുന്നു. ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലേക്കും ഈ സത്യസന്ദേശം എത്തുന്നു. 1500 വർഷങ്ങൾക്കിപ്പുറവും ആ പേര് കേൾക്കുമ്പോൾ അനുരാഗത്തോടുകൂടി സ്വലാത്ത് ചെല്ലുന്ന ഒരു തലമുറ ഇന്നും ഇവിടെ ബാക്കിയാണ്. അപ്പൊ ഇങ്ങനെയേറെ പ്രവാചകന്റെ ജീവിതകാലത്തും പിൽക്കാലത്തും ഇത്രയേറെ അനുയായികളാൽ ആദരിക്കപ്പെടുന്ന ഒരു ലോക നേതാവ് കാണാൻ കഴിയില്ല. ഇങ്ങനെയൊരു നേട്ടം കൈവരിച്ചത് ലോകത്ത് ഇത്രയേറെ ധാർമ്മിക അധ്യാപനങ്ങൾ, നിങ്ങൾ മാതാവിനെ പരിപാലിക്കണം, കാലടിയിൽ സ്വർഗമുണ്ട് എന്ന ഏറ്റവും മൗലികമായ അധ്യാപനം അടക്കമുള്ള, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കരുതേ എങ്കിൽ നിങ്ങൾ എന്നിൽപ്പെട്ടവനല്ലെന്നടക്കമുള്ള ധാർമ്മികാധ്യാപനങ്ങളെല്ലാം നടത്തി ഈ പ്രവാചകന് വിഭ്രാന്തിയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ വിഭ്രാന്തി ബാധിക്കലാണ് ശരിയെന്നല്ല ആൾക്കാർ മനസ്സിലാക്കുക. അപ്പോൾ ഈ ആരോപണത്തിന് തെളിവായിട്ട് എന്തെങ്കിലും വേണ്ടേ? ഈ ആരോപണം ആ കാലത്ത് മക്കാർ ഉന്നയിച്ചിരുന്നു. കാരണം നുണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം മുഹമ്മദ് സത്യസന്ധനല്ലേ. അപ്പൊ പിന്നെ ഭ്രാന്തായി എന്ന് പറഞ്ഞേക്കാം. ഖുർആൻ മറുപടി പറഞ്ഞു, അമാ സാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരൻ ഒരിക്കലും ഭ്രാന്തനല്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ കൂട്ടുകാരൻ സ്വാഹിബുക്കും, നിങ്ങളോടൊപ്പം നടന്നവൻ, ആ പ്രവാചകന് ഭ്രാന്തില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ് ചെയ്തത്. അപ്പൊ അന്നും മറ്റാരോപണങ്ങളൊക്കെ നിലനിൽക്കാതായപ്പോ ആളുകൾ ഉന്നയിച്ച, തള്ളിക്കളയപ്പെട്ട, ഒരു തെളിവും സമർപ്പിക്കാനില്ലാത്ത ഒരു ആരോപണമാണ് ഇദ്ദേഹം ഇവിടെയും ആവർത്തിക്കുന്നത്. ഇത് പ്രവാചകത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഇനി മറ്റത് പറയാൻ പറ്റൂല. ഇനി മറ്റത് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കണം എന്ത്, അപ്പോ സ്വയം തോന്നിയതാണെന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കിയോന്ന് ചോദിക്കണം. കാരണം ഇവർക്ക് അങ്ങനെ വൈരുദ്ധ്യങ്ങൾ പറയണോണ്ട് യാതൊരു തടസ്സമില്ലല്ലോ. ഇവരുടെ മുമ്പിൽ ഇരിക്കുന്നവരുടെ ബൗദ്ധിക നിലവാരം അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവർ ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളെ ബുദ്ധിശൂന്യരായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇത്രയേറെ അബദ്ധങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കും. എന്തായാലും സമയം ഒരുപാട് നീണ്ടു. പ്രധാനപ്പെട്ട എല്ലാ ആരോപണങ്ങളും നമ്മൾ ഇവിടെ അതിനോട് പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സമയക്കുറവ് മൂലമോ അല്ലെങ്കിൽ ഇതിപ്പോൾ വൺ ടേക്ക് എടുത്താണ്, ഇടയിൽ കട്ടാക്കുന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അശ്രദ്ധ മൂലമോ ആകാം. ഏതാകട്ടെ സത്യമായി ബോധ്യപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തെറ്റിദ്ധാരണയുടെ പേരിൽ വിശ്വാസം ഉപേക്ഷിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാറി ചിന്തിക്കാൻ ഇതൊരു കാരണമാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.